ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ രഹസ്യത്തിലും പരസ്യത്തിലും പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിക്കുവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം എന്നാമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഓർമ്മിപ്പിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തുല്യമായി ഒരു സൃഷ്ടികളും ഇല്ല എന്നുള്ള കാര്യം. അങ്ങനെ ഉണ്ടാകാൻ പാടുള്ളതുമല്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഈ ലോകത്തുള്ള സകല വസ്തുക്കളെയും സൃഷ്ടിച്ച സൃഷ്ടാവ്. സകല വസ്തുക്കളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവനും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ആ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു നിലക്കുമുള്ള പങ്കുകാർ ഇല്ല എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അംഗീകരിച്ചൊരു മുസ്ലിം അവന്റെ വിശ്വാസത്തിന്റെ ഭാഗമായി നിർബന്ധമായും അംഗീകരിക്കേണ്ട ഒരു വസ്തുത കൂടിയാണ് യഥാർത്ഥത്തിൽ ഇത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ശൂറയിൽ നമ്മെ പഠിപ്പിക്കുകയാണ്, ലൈസ കമിസ്ലിഹി ശൈഉൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പോലെ ഒന്നും തന്നെയില്ല. സൂറത്തുൽ ഇഖ്ലാസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലം യകുല്ലഹു കുഫുവൻ അഹദ്. അല്ലാഹുവിന് സമനായിക്കൊണ്ട് ആരും തന്നെ ഇല്ല. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തുല്യമായി അവന്റെ വിശേഷണങ്ങളിലോ നാമങ്ങളിലോ പ്രവർത്തനങ്ങളിലോ ഒരു സൃഷ്ടിയോ ഒരു വസ്തുവോ ആരും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ തീർത്തു പറയുന്നു. അതേസമയം വളരെ ദുർബലന്മാരായ മനുഷ്യന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പങ്കുകാരെ ഉണ്ടാക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പോലെ കാണുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പോലെ അറിയുന്ന, അല്ലാഹുവിനെ പോലെ കേൾക്കുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പോലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവർ അല്ലാഹുവിൻ്റെ സൃഷ്ടികളിലുമുണ്ട് എന്ന് ചില ആളുകൾ വിശ്വസിക്കുന്നു. ലോകത്ത് അങ്ങനെയാണ് ശിർക്ക് സംഭവിച്ചിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പഠിപ്പിച്ച കാര്യത്തിന് വിരുദ്ധമായി അല്ലാഹുവിന് സമന്മാരുണ്ട്, അല്ലാഹു ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്ന മറ്റു ചില സൃഷ്ടികളുണ്ട്, അല്ലാഹു കാണുന്നത് പോലെ കാണുന്ന വേറെ ചില സൃഷ്ടികളുണ്ട് എന്നൊരു മനുഷ്യൻ വിശ്വസിക്കുകയാണെങ്കിൽ അതെത്രമാത്രം വലിയ വഴികേടാണ്, എത്രമാത്രം വലിയ വലാലത്താണ് എന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആൻ നമുക്ക് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ നമ്മൾ സൂറത്തുൽ ബഖറയിലേക്ക് പ്രവേശിക്കും. ആ സൂറത്തു ബഖറയിൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരെയും വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നൊരു വാചകമുണ്ട്, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ. അതിൽ മതമോ ജാതിയോ ഇല്ല. മനുഷ്യരായിക്കൊണ്ട് പിറന്ന ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ മുഴുവൻ മക്കളെ വിളിച്ചുകൊണ്ടും അല്ലാഹു പറയുന്നു, യാ അയ്യുഹന്നാസ് ഉബ്ദു റബ്ബക്കും, അല്ലയോ മനുഷ്യന്മാരെ, നിങ്ങളുടെ റബ്ബിനെയാണ് ആരാധിക്കേണ്ടത്. അതിന് കാരണങ്ങൾ അല്ലാഹു നിരത്തിയിട്ടുണ്ട്. ഒരുപാട് പറഞ്ഞ് അവസാനം അല്ലാഹു പറയുന്നു, ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദ. അതുകൊണ്ട്
ആ പടച്ചറബിനെ ആരാധിക്കുമ്പോൾ അള്ളാഹുവിന് നിങ്ങൾ നിദ്ദുകാരെ, സമന്മാരെ, പകരക്കാരെ ഉണ്ടാക്കാൻ പാടില്ല. വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ടു തന്നെ. കാരണം പടച്ചറബിന് തുല്യരായി ഒരാളും ഉണ്ടാകാൻ പാടില്ല, അത് സാധ്യവുമല്ല. ഇത് ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർക്കും അറിയേണ്ട കാര്യമാണ്. പക്ഷെ വീണ്ടും അള്ളാഹു ഉണർത്തുന്നു, ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദ, നിങ്ങൾ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത് കേട്ടോ മനുഷ്യന്മാരെ. വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ആ പണി നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഇത് ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് തർക്കമുള്ള കാര്യമാണോ? എന്നാൽ സഹോദരന്മാരെ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. മുസ്ലിമീങ്ങളിൽ വളരെ സങ്കടകരമായ യാഥാർത്ഥ്യം എന്താണ്? മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ചില ആളുകൾ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞ കാര്യത്തിന് കടകവിരുദ്ധമായി ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് പടച്ചറബിന് നിങ്ങൾ സമന്മാരെ ഉണ്ടാക്കരുത് എന്ന് പടച്ചറബ് പറഞ്ഞപ്പോ ആ കൽപ്പനകളെ കയ്യുന്നിട്ട് സ്വീകരിക്കുന്നതിന് പകരം അല്ല, അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ചില സൃഷ്ടികൾ, ആ സൃഷ്ടികളിൽ അള്ളാഹുവിന് തുല്യരായിക്കൊണ്ട് ഉണ്ട് എന്ന് ഇവിടെ പറയുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ മൂക്കത്ത് വരപ്പിച്ചു പോകും. ഒരു മുസ്ലിമിനെ എങ്ങനെ പറയാൻ കഴിയോ? സഹോദരന്മാരെ, എൻ്റെ സംസാരം നിങ്ങൾ മുഴുവൻ കേൾക്കണം. ആരെയും വിമർശിക്കാനുള്ള പൊന്നു മുഅ്മിനീങ്ങൾ നമ്മുടെ പരലോകം രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ്. അല്ലാഹ് നമ്മോട് പറഞ്ഞു, ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദ, നിങ്ങൾ പടച്ചറബിന് തുല്യരെ ഉണ്ടാക്കരുത് മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, മനുഷ്യരെ. വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ആ പാപം ചെയ്യാൻ പാടില്ല. ഇനി ചിന്തിച്ചു നോക്കൂ സഹോദരന്മാരെ, ലോകത്ത് അള്ള എത്രയുണ്ട്? എത്ര അള്ളയുണ്ട്? ഒരള്ളയുള്ളൂ. ലോകത്തെ പടച്ചവൻ അത് അള്ളാഹു ഒന്ന് മാത്രമേ ഉള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് താഹയിൽ പറയുന്നു, ഇന്നനി അനല്ലാഹ്, നിശ്ചയമായും ഞാനാകുന്നു അള്ളാഹ്. ഇതാര് പറഞ്ഞതാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. ഇനി നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, എനിക്ക് നിങ്ങൾ സമന്മാരെ ഉണ്ടാക്കരുത് എന്ന്. എന്നാൽ അത് വിശ്വസിക്കുന്ന, ഈ ആയത്ത് ഓതിക്കൊണ്ടിരിക്കുന്ന, ഈ ആയത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസികളായ ആളുകളിൽ ചിലർ അറിഞ്ഞോ അറിയാതെയോ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പകരക്കാരെ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ അവരിൽ നിന്ന് വരുന്നു എന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന് എന്തൊക്കെ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ ആ കാര്യങ്ങൾ മുഴുവനും അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലേക്ക്, ദുർബലന്മാരായ സൃഷ്ടികളിലേക്ക് ചേർത്തിക്കൊടുക്കുന്ന അതിദാരുണമായ, അതിസങ്കടകരമായ കാഴ്ചയാണ്. ഒരു 10 തെളിവുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാം. പടച്ചറബ് പറഞ്ഞതിന് നേരെ വിപരീതം അള്ളാഹുവിനെ കുറിച്ച് എന്താണോ പറഞ്ഞത്, ആ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ അതേ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്ക് ചില ആളുകൾ ചാർത്തിക്കൊടുക്കുന്നു. ഇത് ആരോപണമല്ല. ഞാൻ പറഞ്ഞല്ലോ, സൂറത്ത് താഹിൽ അല്ലാഹ് പറഞ്ഞു, അള്ളാഹുവിനെ കുറിച്ച് പറയാൻ, ഇന്നനി അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത ലിദിക്രി. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹ് പറയാൻ, അല്ലയോ മൂസ, ഇന്നനി അനല്ലാഹ്, ഞാനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. ലോകത്ത് 2 അള്ളയുണ്ടോ? ലോകത്ത് ഒറ്റ അള്ളയുള്ളൂ. ഇത് പറയാൻ ഇന്നനി അനല്ലാഹ്, ഞാൻ അള്ളയാണ് എന്ന് പറയാൻ ലോകത്ത് അർഹതയുള്ളത് അള്ളാഹുവിന് മാത്രമാണ്. സഹോദരന്മാരെ, ഞാൻ അള്ളയാണെന്ന് പറയാൻ ലോകത്ത് അവകാശമുള്ളത് ആർക്ക് മാത്രമേ ഉള്ളൂ? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം. ഇതൊരു വിശ്വാസിക്ക് തർക്കമുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ നിങ്ങൾ നോക്കൂ, മുസ്ലിം സമുദായത്തിൽ, കേരളത്തിന്റെ മണ്ണിൽ ഞാൻ അള്ളയാണെന്ന് പറയാൻ ചില ആളുകൾ ധൈര്യം കാണിച്ചിരിക്കുന്നു. എങ്ങനെയുണ്ട്? ഒരു മുഅ്മിനിന് അംഗീകരിക്കാൻ കഴിയോ? അള്ളാഹ് പറയുന്നു, ഇന്നനി അനല്ലാഹ്, നിശ്ചയമായിക്കൊണ്ട് ഞാനാണ് അള്ളാഹു എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുമ്പോ, അതല്ല ഇവിടെ വേറെ ചില ആളുകൾ പറയുന്നു ഞാനാണ് അള്ളാഹ്. ഇത് ആരോപണമാണോ? നിങ്ങൾ ആലോചിച്ചു, അങ്ങനെ ഒരു മനുഷ്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ ചിന്തിക്കും അങ്ങനെയൊക്കെ പറയോ എന്ന്. കേട്ടോളൂ, ഒരാൾ പറഞ്ഞു കേട്ടോളൂ. ഇന്നും മടവൂരിലുള്ള റഷീദ് മുസ്ലിയാർ, എൻ്റെ ധാരണ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് റഷീദ് ഉസ്താദ് എന്നാണ്, ഷെയ്ഖുനാന്റെ കുടുംബക്കാരൻ. അവരുണ്ട് അണ്ടോണയിൽ മഹാനായ ഷെയ്ഖുനയുമായി ബന്ധപ്പെട്ട സംഭവം. അനല്ലാഹ് എന്ന് തന്നെ ഷെയ്ഖുന പറഞ്ഞ സംഭവം ഉണ്ടായി.
ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനാണ് അണ്ടോൺ അബ്ദുള്ള മുസ്ലിയാർ. ഉടൻ അബ്ദുള്ള മുസ്ലിയാർ ഷെയ്ഖുനാന്റെ അടുത്ത് വന്നു. എന്താണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഹുവ ഹികായത്തും മിനല്ലാഹ്. ഷെയ്ഖുന പറഞ്ഞു. ആലിമിനോടാ മറുപടി. വലിയ ആലിമാണ് ഷെയ്ഖുന. രണ്ടാൾക്ക് കാര്യം മനസ്സിലായി, ശാന്തമായി. അന്ന് ഹല്ലാജുൽ മൻസൂർ പറഞ്ഞ പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതിന്റെ പേരിൽ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന വലിയ ഹിക്മത്തുടയവരാണ് മഹാനരായ ഷെയ്ഖുന. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഇന്നനി അനല്ലാഹ്, ഞാനാണ് അല്ലാഹ്. പക്ഷെ മടവൂരിൽ ജീവിച്ച CM മടവൂർ പറഞ്ഞു പോലും ഇന്നനി അനല്ലാഹ്, ഞാൻ അല്ലയാണ്. അത് ഇന്നും ജീവിച്ചിരിക്കുന്ന സാക്ഷികളുണ്ട് എന്നാണ്. എൻ്റെ പൊന്നു മുഅ്മിനീങ്ങളെ, വളാഞ്ചേരിയിലുള്ള മുഅ്മിനീങ്ങൾ ചിന്തിച്ചോ? അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു, ഇന്നനി അനല്ലാഹ്, ഞാനാണ് പടച്ചറബ്, ഞാനാണ് അള്ളാഹു. ഈ മുസ്ലിയാർ പറയുന്നു, അല്ല, CM മടവൂര് പറഞ്ഞിട്ടുണ്ട്, ഇന്നനി അനല്ലാഹ്, ഞാൻ അല്ലയാണ്. അനല്ലാഹ്, ഞാൻ അല്ലയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മുമ്പ് ഹല്ലാജ് പറഞ്ഞിട്ടുണ്ട്. ഹല്ലാജിനെ മുസ്ലിം ഭരണാധികാരികൾ കൊന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ചിന്തിച്ചോ, ഒരു മനുഷ്യൻ, അയാളുടെ ശരീരത്തിൽ രക്തമോടിക്കൊണ്ടിരിക്കുന്നു, എല്ലുകളുണ്ട്, മാംസമുള്ളൊരു മനുഷ്യൻ ഞാൻ അള്ളാഹു ആണ് എന്ന് പറഞ്ഞാൽ മൂന്നാലൊന്നാണ് സംഭവിക്കുക. ഒന്ന്, അയാൾ അള്ളയാണെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ടാണ് പറയുന്നതെങ്കിൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. സംശയമുണ്ടോ? ഇല്ല. രണ്ടാമത്, അയാളുടെ വിവരമില്ലായ്മ കൊണ്ടാണ് പറഞ്ഞത് എന്ന് വെക്കാം. ഒരു ഉദ്ർ നമുക്ക് കൊടുക്കുക, അയാളെ ജഹാലത്ത് കൊണ്ടാണ് പറഞ്ഞത്. പക്ഷേ ഇത് ആരോടാ പറഞ്ഞത്? പണ്ഡിതന്മാരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പറഞ്ഞു. പണ്ഡിതന്മാർ തിരുത്തി കൊടുത്തോ? തിരുത്തി കൊടുത്തില്ല. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, ഇയാൾക്ക് ഭ്രാന്തായിട്ട് ഭ്രാന്ത് പിടിച്ചിട്ട് പറയാ എന്ന് വെക്കാം. പക്ഷേ കാന്തപുരം ഉസ്താദ് പറഞ്ഞെന്താ അറിയോ? ഇയാൾക്ക് അങ്ങനത്തെ ഭ്രാന്തൊന്നുമില്ല, ഇയാൾ നല്ല ബുദ്ധിയുള്ള ആളാണ്. എൻ്റെ പൊന്നു മുഅ്മിനീങ്ങൾ ചിന്തിച്ചോ, CM മടവൂര് പറഞ്ഞു പോലും ഞാൻ അള്ളയാണെന്ന്. എങ്കിൽ എൻ്റെ പൊന്നു മുഅ്മിനീങ്ങളെ, ഇയാളുടെ വിധി എന്താണ്? അത് പറഞ്ഞു പ്രസംഗിച്ച് നടക്കുന്നു മുസ്ലിയാക്കന്മാർ. ഞാൻ അള്ളയാണെന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ കറാമത്തായിക്കൊണ്ട് ജനങ്ങളോട് പറയുന്നു. ഇത് മുഅ്മിനീങ്ങളെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുമോ? അള്ളാഹു പറയുന്നു, ഇന്നനി അനല്ലാഹ്, ഞാനാണ് അള്ളാഹ്. CM മടവൂര് പറയുന്നു, അല്ല, അനല്ലാഹ്, ഞാനാണ് അള്ളാഹ്. ലോകത്ത് ഒരൊറ്റ അള്ളയേ ഉള്ളൂ എന്നാണ് മുഅ്മിനീങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള വിശേഷണങ്ങൾ മാത്രമല്ല, ഞാൻ തന്നെയാണ് പടച്ചറബ് എന്ന് CM മടവൂര് പറഞ്ഞു എന്നാണ് ഇവിടെ പ്രസംഗിക്കുന്നത്. ഇതൊരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും വിശ്വസിക്കാനോ അംഗീകരിക്കാനോ പറ്റിയ കാര്യമേ അല്ല. ഇത് മുജാഹിദുകൾ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഇത് പറഞ്ഞ് തെറ്റാണെന്നോ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നോ ഇതുവരെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര ഗൗരവമുള്ള വിഷയമാണ്. ഒരു മനുഷ്യൻ പറയാം, മുകളിലേക്ക് വലിച്ച ശ്വാസം കീഴ്പോട്ട് വിടണമെങ്കിൽ പടച്ചറബിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ വിടാൻ കഴിയുള്ളൂ. ആ മനുഷ്യൻ പറയാണ്, ഞാൻ പടച്ചോനാണ്. ഫിർഔൻ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിനെ മുക്കി കൊന്നിട്ടുണ്ട്. ഹല്ലാജ് പറഞ്ഞിട്ടുണ്ട്, മുസ്ലിം ഭരണാധികാരികളെ കൊന്നിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എത്ര ഗൗരവമുള്ള വിഷയമാണ്. ഇനിയോ, ഒന്നാമത്തെ തെളിവ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ വിശേഷണങ്ങളും ചാർത്തി കൊടുക്കാൻ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താ അറിയോ? ഗൈബിയായ കാര്യങ്ങൾ അല്ലാഹു അല്ലാത്ത ആർക്കും അറിയില്ല. മറഞ്ഞ കാര്യങ്ങൾ അല്ലാഹു അല്ലാത്ത ലോകത്തൊരു പടപ്പിനും, അത് ജിബ്രീലാകട്ടെ, മീകായിലാകട്ടെ, അതുപോലെ തന്നെ മലക്കുൽ മൗത്താകട്ടെ, അമ്പിയാക്കന്മാരാകട്ടെ, ഔലിയാക്കന്മാരാകട്ടെ, ആർക്കും ഗൈബിയായ കാര്യങ്ങൾ അറിയുകയില്ല. ഇത് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചതാണെന്ന് മാത്രമല്ല, ഖുൽ, നബിയെ നിങ്ങൾ ആളുകൾക്ക് പ്രഖ്യാപിച്ചു കൊടുക്കണം, ശരിക്കും പഠിപ്പിച്ചു കൊടുക്കണം. എന്താ പഠിപ്പിക്കേണ്ടത്? ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്, ആകാശങ്ങളിലും ഭൂമിയിലും ഗൈബിയായ കാര്യങ്ങൾ അറിയുന്നവൻ അല്ലാഹു മാത്രമേ ഉള്ളൂ. ലാ എന്ന് പറഞ്ഞിട്ട് ഇല്ല എന്നവർ മാത്രമേ ഉള്ളൂ. വമാ യശ്ഉറൂന അയ്യാന യുബ്അസൂൻ, ഈ മരിച്ചു കിടക്കുന്ന ആൾക്കാർക്കൊക്കെ എപ്പോഴാണ് അവർ ജീവിക്കുക എന്ന് പോലും അറിയില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പറയുന്നു, മറഞ്ഞ കാര്യങ്ങൾ അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അള്ളാഹ് പറഞ്ഞ വിശ്വാസികൾക്ക് തർക്കമുണ്ടോ? ഇങ്ങനെ ആയത്ത് വിശുദ്ധ ഖുർആനിലുണ്ട്.
സൂറത്തുൻ നംലിൽ നമുക്ക് കാണാം, അള്ളാഹു പറയുന്നു ആകാശങ്ങളിലും ഭൂമിയിലും ഗൈബ് അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. ഇതൊരു മുഅ്മിനെ തർക്കിക്കാൻ പറ്റുമോ? ഇനി വീണ്ടും കേട്ടോളൂ. ഖുൽ, നബിയെ നിങ്ങൾ വീണ്ടും ആളുകൾക്ക് പ്രഖ്യാപിച്ചു കൊടുക്കണം, ലാ അഖൂലു ലക്കും ഇൻദി ഖസാഇനുല്ലാഹ്, അള്ളാഹുവിന്റെ ഖജനാവുകൾ എൻ്റെ അടുക്കലുണ്ടെന്ന് നബിയെ നിങ്ങൾ പറയുന്നില്ല, നിങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ല. എൻ്റെ അടുക്കലുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല എന്ന് നിങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. വലാ അഅലമുൽ ഗൈബ, എനിക്കൊരിക്കലും ഗൈബ് അറിയുകയില്ല. അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹിക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയുകയില്ല. ഇത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം നബിയേ. ഇത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച കാര്യമാണ്. മുഅ്മിനീങ്ങൾക്ക് തർക്കണ്ടോ? അള്ളാഹിന്റെ ഖുർആൻ അള്ളയാണ് പറയുന്നത്. ഇനി വീണ്ടും കേട്ടോ, യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ, മനുഷ്യന്റെ കണ്ണിന്റെ കട്ടുനോട്ടങ്ങൾ അറിയുന്നവൻ അള്ളാഹുവാണ്. അതുപോലെ തന്നെ വമാ തുഖ്ഫിസ് സുദൂർ, മനുഷ്യന്റെ ഹൃദയങ്ങളിൽ ആ മനുഷ്യന്മാർ ഗോപ്യമാക്കി വെക്കുന്ന കാര്യങ്ങളും അറിയുന്നവൻ അള്ളയാണ്. ആർക്കും അറിയില്ല. ഇത് വിശ്വാസികൾക്ക് തർക്കണ്ടോ? ഈ ആയത്ത് ശരിയല്ല എന്ന് തർക്കണ്ടോ? ആയത്തിന്റെ അർത്ഥം ഇതില്ല എന്ന് തർക്കണ്ടോ? ഒരിക്കലുമില്ല. വീണ്ടും അല്ലാഹ് പറയുന്നു, യഅലമു മാ ഫിസ് സമാവാതി വൽ അർളി വയഅലമു മാ തുസിറൂന വമാ തുഅലിനൂൻ, ആകാശങ്ങളിലും ഭൂമിയിലുള്ള കാര്യങ്ങൾ അല്ലാഹു അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ രഹസ്യമാക്കുന്നതും നിങ്ങൾ പരസ്യമാക്കുന്ന കാര്യങ്ങളും അല്ലാഹു അറിയുന്നു. വല്ലാഹു അലീമും ബിദാത്തി സുദൂർ, ഒരു മനുഷ്യന്റെ മനസ്സിന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിലുള്ള കാര്യങ്ങൾ അല്ലാഹു മാത്രമല്ലേ അറിയുന്നുള്ളൂ. എത്ര കൃത്യമാണ്. ഇതൊക്കെ വിശ്വാസികളായ ആളുകൾക്ക് സംശയമുണ്ടോ? വഅസിറൂ ഖൗലകും വജ്ഹറൂ ബി ഇന്നഹു അലീമും ബിദാത്തി സുദൂർ. സൂറത്ത് മുൽക്കിൽ അല്ലാഹ് പറഞ്ഞു, നിങ്ങൾ രഹസ്യമാക്കിയാലും പരസ്യമാക്കിയാലും നിങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിലുള്ളത് അറിയുന്നവൻ പടച്ചോൻ മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും അറിയില്ല. പൊന്നു മുഅ്മിനീങ്ങളെ ചിന്തിച്ചു. ഈ ആയത്തൊക്കെ ഇനിയും ഒരുപാട് ആയത്തുകളുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഇഷ്ടം പോലെ ആയത്തുകളുണ്ട്. ഗൈബിയായ കാര്യങ്ങൾ പടച്ചോന് മാത്രമേ അറിയുള്ളൂ. വിശ്വാസിക്ക് തർക്കിക്കാൻ പറ്റുമോ? പറ്റൂല. എന്നാൽ ഇവിടെ ചില ആളുകൾ അള്ളാഹുവിന്റെ വിശേഷണം, അള്ളാഹുവിന് മാത്രം ബാധകമായ ഈ കാര്യം CM മടവൂരിന് വകവെച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. CM മടവൂര് മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ അറിയുന്നു. അള്ളാഹ് പറഞ്ഞെന്താണ്? അള്ളാഹ് പറയുന്നു, നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളത് പടച്ചറബ്ബിനാണ് അറിയാം, പടച്ചറബ്ബിനല്ലാതെ മറ്റാർക്കും അറിയില്ല. വല്ലാഹു അലീമും ബിദാത്തി സുദൂർ, അള്ളാഹു ആണ് ഹൃദയങ്ങളിലുള്ളത് അറിയുന്നത്. അത് അള്ളാഹിന്റെ വിശേഷണമാണ്. എന്നാൽ ആ അള്ളാഹുവിന്റെ വിശേഷണം ഇവിടെ CM മടവൂർ എന്ന് പറയുന്ന ഒരു മനുഷ്യന് വകവെച്ചു കൊടുക്കാൻ ഒരു ഉസ്താദ് പറയും. നിങ്ങൾ കേട്ടോളൂ. ഒരു ദിവസം എന്നോട് പറയുന്നു, നിങ്ങൾക്ക് ഇത്ര ഉറുപ്പിക, ഇത്ര അണ, ഇത്ര പൈസ കടമുണ്ട്. അണയാണെന്ന് ഇത്ര ഉറുപ്പിക, ഇത്ര അണ, ഇത്രയാന്ന് ഇപ്പൊ എനിക്ക് എന്നെ ഓർമ്മയില്ല. വലിയ സംഖ്യ ഒന്നുമില്ല. ഒരു 4000 പരം ഉറുപ്പിക, അത് വലിയ കടാണ്. അന്ന് നമുക്ക് വലിയ കടന്നല്ല. 4000 ഉറുപ്പികയും അതിൻ്റെ എന്തോ അണയും പൈസയും നിങ്ങൾക്ക് കടമുണ്ട്, കൂട്ടി നോക്ക്, അത് ഇന്ന ദിവസം കൊണ്ട് വീടി പോകുന്നു. സഹോദരന്മാര്, ഞാൻ പോയി ഇരുന്ന് വളരെയധികം ആലോചിച്ച് കണക്ക് കൂട്ടിയപ്പോൾ ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി പറഞ്ഞ കണക്ക് തന്നെ, ഒരു പൈ പോലും വ്യത്യാസമില്ല. അങ്ങനെ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബകം എന്നോവർ എന്ന് പറയുന്ന ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി അവരുടെ പേരിലുള്ള ഒരു സ്ഥാപനമാണ് ഇവിടെ. അതുകൊണ്ട് കേട്ടില്ല സഹോദരന്മാരെ, ഹൃദയത്തിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആളാണ് CM മടവൂർ. അള്ളാഹിനെ പറ്റി പറഞ്ഞെന്താ? വല്ലാഹു അലീമും ബിദാത്തി സുദൂർ, ഹൃദയങ്ങളിൽ ഉള്ളത് അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പൊ അള്ളാഹുവിനെ പറ്റി പറയാണ് ഹൃദയങ്ങൾക്കുള്ളിലുള്ളത് അറിയുന്നവൻ പടച്ചോനാണ്. ഇത് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഒരുപാട് സ്ഥലങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞ കാര്യമാണ്.
ഒരു മുഅ്മിന് തർക്കിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. ഇവിടെ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാ ഞാൻ നിങ്ങളെ കൽബകമെന്നോവർ എന്ന് പറഞ്ഞെങ്കിൽ നിന്നാൽ തന്നെ കാണും. ആരും പറഞ്ഞു തരണം വേണ്ട. ഇയാൾക്കുള്ള കടം കൃത്യമായിട്ട് പറഞ്ഞു. അപ്പൊ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളത് അറിയുന്നവൻ ഒരു മുഅ്മിൻ വിശ്വസിക്കുന്നു, അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നു, അല്ലാഹ് മാത്രമാണ്. അതല്ല ഒരു വിശ്വാസിക്ക് വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ സഹോദരന്മാരെ. ഇത് ഒരു മനുഷ്യൻ വിശ്വസിച്ചാൽ ഇത് റസൂലുള്ളാഹിക്കുള്ള വിശ്വാസമാണോ? ഇത് റസൂലുള്ളാഹിന്റെ സഹാബത്തിലുള്ള വിശ്വാസമാണോ? ഇത് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽ ഏത് വലിയാണ് ഈ വിശ്വാസം പഠിപ്പിച്ചത്? ഇല്ല. അപ്പൊ പടച്ചോൻ എന്താണോ അള്ളാഹിനെ പറ്റി പറഞ്ഞത്, അള്ളാഹിന്റെ ഖുർആൻ എന്താ പറഞ്ഞത്, അതിന് നേരെ എതിരും ആ കാര്യം നേരെ CM മടവൂരിന് ചാർത്തി കൊടുക്കുന്നു. എത്ര ഗൗരവമുള്ള വിഷയമാണ്. എന്താ ഇയാൾ പറഞ്ഞു കേട്ടില്ലേ? ഹൃദയത്തിനുള്ളത് അറിയുന്നവനാണ് CM മടവൂർ. ഇതൊന്നും ആരോപണം പറയല്ല, അപ്പുറപ്പുറം കട്ടുമുറിച്ചൊന്നല്ലത്. ഇത് പച്ച മലയാളത്തിലല്ലേ പറഞ്ഞത്. നിങ്ങൾ ചിന്തിക്കൂ പൊന്നു മുഅ്മിനീങ്ങളെ, ഇത് ആരോടും വാശിയും വക്കാണോ ഒന്നും വേണ്ട. ഈ പറഞ്ഞത് ശരിയാണോ? നിങ്ങൾ ചിന്തിച്ചോളി. ഹൃദയത്തിലുള്ള കാര്യങ്ങൾ അറിയാൻ പടച്ചോൻ പറയുന്നു പടച്ചോന് മാത്രമേ കഴിയുള്ളൂ. ഇയാൾ പറയുന്നു CM മടവൂരിനും കഴിയും. എത്ര ഗൗരവമുള്ള വാചകാൻ. ഇനിയോ മൂന്നാമത്തെ കാര്യം ചിന്തിച്ചോ. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. പരലോകവും ദുനിയാവും ഒക്കെ ആർക്കുള്ളതാണ്? അള്ളാഹിന്റെ നിയന്ത്രണത്തിലാണ്. ദുനിയാവും അതുപോലെ തന്നെ പരലോകവും എല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. പരലോകം അതുപോലെ തന്നെ ദുനിയാവും പടച്ചോനുള്ളതാണ്, അള്ളാഹ്ക്കുള്ളതാണ്. ദുനിയാവിന്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതും അതുപോലെ തന്നെ വിശദീകരണത്തെ പണ്ഡിതന്മാർ പറഞ്ഞു, അൽ ജമീഉ മിൽകുനാ വ അനൽ മുതസർരിഫു ഫീഹിമാ. അള്ളാഹ് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാ കാര്യങ്ങളും അതറിയുന്നവനും നിയന്ത്രിക്കുന്നവനൊക്കെ പടച്ചോനാണ്. അതിന്റെ മുതസർരിഫും അള്ളയാണ്. വ ഇന്ന ലനാ ലൽ ആഖിറത വൽ ഊലാ. ഇത് അള്ളാഹുവിനെ പറ്റി പറഞ്ഞതാണ്. ദുനിയാവും ആഖിറവും അള്ളാഹ്ക്കുള്ളതാണ്. ശരിക്കും ചിന്തിച്ചോളി. ഇത് മുജാഹിദുകൾ ഇത്തരത്തിലുള്ള വാദങ്ങളൊന്നും പറഞ്ഞ് ആരെയും മുശ്രിക്കാക്കാനോ ആരെങ്കിലും ഇസ്ലാമെന്ന് പുറത്താക്കാനോ, ഇസ്ലാമിൻ്റെ ഉള്ളിലേക്ക് ആളെ കയറ്റാനാണ്. ഇസ്ലാമൻ തെറ്റിപ്പോകാതിരിക്കാനാണ്. അള്ളാഹ് പറഞ്ഞിടത്തേക്ക് വിളിക്കുകയാണ് നിങ്ങളെ. ദുനിയാവും ആഖിറവും പടച്ച റബ്ബിനുള്ളതാകുന്നു. ഇത് അള്ളാഹു അവന്റെ ഖുർആനിൽ സൂറത്തുൽ ലൈലിൽ പഠിപ്പിച്ചതല്ലേ? പക്ഷേ ഇതേ കാര്യം ദുനിയാവും ആഖിറക്കാർക്കുള്ളതാണ്. നിങ്ങൾ കേട്ടോളി. ആഖിറുസ്സമാനിലെ ചണ്ടിച്ചവറുകളായ എനിക്കും നിങ്ങൾക്കും ദുനിയാവും തരാനുള്ളത് ശൈഖുനയാണ്, ആഖിറവും നൽകാൻ സാധിക്കുന്നവർ ശൈഖുന തന്നെ. നമ്മുടേതായി നമ്മുടെ കരങ്ങളിൽ ഒന്നുമില്ല. എന്റെ ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എന്ത് ഖൈറുകളുണ്ടോ, എന്തെല്ലാം നിഅമത്തുകളുണ്ടോ, എല്ലാം മടവൂരിൽ നിന്നാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ദുനിയാവും തരാൻ CM മടവൂരിനാ കഴിയുക, പരലോകം തരാൻ CM മടവൂരിനാ കഴിയുക. എന്ത് നിഅമത്തും കിട്ടെങ്കിലും ഒക്കെ CM മടവൂരിനാണ് കിട്ടുന്നത്. അള്ളാഹ് പറഞ്ഞതോ വ ഇന്ന ലനാ ലൽ ആഖിറത വൽ ഊലാ. ഈ ദുനിയാവ് തരാനും പരലോകം തരാനും അള്ളാഹ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ. പൊന്നു മുഅ്മിനീങ്ങളെ ചിന്തിച്ചു. അള്ളാഹിന്റെ വാചകം എടുക്കണോ അതല്ല മുസ്ലിയാക്കന്മാരുടെ വാചകമാണോ നമ്മൾ എടുക്കേണ്ടത്? അള്ളാഹ് പറഞ്ഞത് ഹക്കല്ലേ? അള്ളാഹ് പറഞ്ഞ മുസ്ലിങ്ങൾക്ക് തർക്കണ്ടോ? ദുനിയാവും ആഖിറവും പടച്ചോനുള്ളതാണ്, അത് തരാൻ കഴിയുന്നവൻ അള്ളാഹു മാത്രമാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ഇവിടെ ചില ആളുകൾ അല്ല CM മടവൂരിനും സാധിക്കും. CM മടവൂരും ദുനിയാവും ആഖിറൊക്കെ തരുന്നവനാണ്. നല്ലോണം ആലോചിച്ചോളി. അള്ളാഹിന്റെ ഖുർആനിന് എതിരാണിത്. ഇത് വിശ്വാസം ശരിയല്ല. അള്ളാഹിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നു വ ഇന്ന ലനാ ലൽ ആഖിറത വൽ ഊലാ. ദുനിയാവ് തരാനും പരലോകം തരാനും പടച്ച റബ്ബിനെ കഴിയുകയുള്ളൂ. അള്ളാഹു ആണ് അവിടൊക്കെ നിയന്ത്രിക്കുന്നവൻ. പക്ഷെ ഇവിടെ പറയാണ് CM മടവൂരാണ് നിയന്ത്രിക്കുന്നത്. CM മടവൂരിനാണ് ദുനിയാവും ആഖിറവും തരാൻ കഴിയുള്ളൂ. ചിന്തിച്ച മുഅ്മിനീങ്ങളെ, ഇതൊന്നും ഒരു യഥാർത്ഥ മുഅ്മിന് വിശ്വസിക്കാൻ പാടുണ്ടോ? ഇനി കേട്ടുള്ള 3 കാര്യങ്ങൾ പടച്ചോനുള്ള എല്ലാ കാര്യവും CM മടവൂരിന് കൊടുക്കണം. ഇനിയോ അള്ളാഹു അവന്റെ വിശുദ്ധ ഖുർആനിൽ പടച്ചോനെ പറ്റി പറഞ്ഞെന്താ? ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ, അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കാൻ കഴിയുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാകുന്നു. എത്ര ആയത്തുകൾ. വഖാല റബ്ബുക്കും, ഇതാ നിങ്ങളുടെ റബ്ബ് പ്രഖ്യാപിച്ചിരിക്കുന്നു ചേട്ടോ.
മുജാഹിദ് പറയുന്നു എന്നല്ല, വിഷ്ണുക്കാര് പറയുന്നു എന്നല്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനക്കാര് പറയുന്നു എന്നല്ല. വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബാണ് പറയുന്നത്. മുജാഹിദിന്റെ റബ്ബും ഒന്നാണ്, അതുപോലെ തന്നെ സുന്നിയുടെയും സമസ്തയുടെയും എല്ലാവരുടെയും റബ്ബൊന്നല്ലേ. വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബിദാ പ്രഖ്യാപിച്ചിരിക്കുന്നു, ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. മുഅ്മിന് തർക്കണ്ടോ? പടച്ചോൻ പറഞ്ഞാൽ തർക്കണ്ടോ? വഖാല റബ്ബുക്കും, വഖാല റബ്ബുക്കും, നിങ്ങൾ റബ്ബാ പറഞ്ഞത്, പടച്ചോനാ പറഞ്ഞത്. ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. എന്നോട് പ്രാർത്ഥിക്കാതെ അഹങ്കാരം നടിച്ച്, അങ്ങനെ എനിക്ക് ഇബാദത്ത് ചെയ്യാതെ അഹങ്കാരം നടിച്ചാൽ അവൻ നരകത്തിലേക്ക് പ്രവേശിക്കുക തന്നെ ചെയ്യും. പടച്ചോന പറഞ്ഞു, യാതൊരു തർക്കും വിശ്വാസികളെ വേണ്ട. പൊന്നു മുഅ്മിനീങ്ങൾ ചിന്തിച്ചോ, ആരാ പറഞ്ഞത്? വഖാല റബ്ബുക്കും, നിങ്ങൾ റബ്ബാ പറഞ്ഞത്. ശരിക്കടി വരട്ടോളി. ഇത് വീണ്ടും അല്ലാഹ് പറയുന്നു സൂറത്തു നംലിൽ, അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദആഹു, അല്ലാഹുവിനോട് ചോദിച്ചാൽ, പ്രയാസത്തിന്റെ ഘട്ടത്തിൽ അല്ലാഹുവിനോട് ചോദിച്ചാൽ അത് ഉത്തരം നൽകുന്നവൻ അല്ലാഹു അല്ലാതെ മറ്റാരാണുള്ളത്? അള്ളാഹിനോട് ചോദിച്ചാൽ അള്ളാഹാണ് ഉത്തരം കൊടുക്കുക, അള്ളാഹിനോട് ചോദിക്കണം. അതുപോലെ തന്നെ വയക്ഷിഫു സുആ, നിങ്ങൾക്ക് ബാധിച്ചിരിക്കുന്ന പ്രയാസങ്ങൾ നീക്കിത്തരാനും പടച്ച റബ്ബിനല്ലേ കഴിയുകയുള്ളൂ, അള്ളാഹ്ക്ക് മാത്രമല്ലേ കഴിയുള്ളൂ. അള്ളാഹ് പറയാണ്, നിങ്ങൾക്കൊരു പ്രയാസം വന്നാൽ നിങ്ങൾ പടച്ചോനെ വിളിച്ചോളി, അള്ളാഹിനെ വിളിച്ചോളി, അള്ളാഹ് നിങ്ങൾക്ക് മാറ്റിത്തരും. അള്ളാഹിനെ വിളിച്ചോളി, അള്ളാഹ് നിങ്ങൾക്ക് മാറ്റിത്തരും. വയക്ഷിഫു സുആ, നിങ്ങൾക്ക് എന്ത് ബാധിച്ചാലും എന്ത് പ്രയാസം വന്നാലും നിങ്ങൾ അള്ളാഹിനെ വിളിച്ചോ. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. ഇത് മുജാഹിദിന്റെ വാദമല്ല. ചില ആളുകൾ പറഞ്ഞു തന്നേരം, അള്ളാഹിനെ വിളിച്ചോ, അള്ളാഹിനെ മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു ഇബ്ലീസിന്റെ വാദമാണ്. നഊദു ബില്ലാഹ്. അള്ളാഹ് പറഞ്ഞതാ അത്. വഖാല റബ്ബുക്കും, വഖാല ഇബ്ലീസ് എന്നല്ല, വഖാല റബ്ബുക്കും, നിങ്ങൾ റബ്ബാ പറഞ്ഞിരിക്കുന്നത്. ഇനി വീണ്ടും കേട്ടോ, അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും മഖ്ലൂഖിനെ വിളിച്ചാൽ അള്ളാഹ് പറയുന്നു, ലഹു ദഅവത്തുൽ ഹഖ്, അവനാണ് യഥാർത്ഥ പ്രാർത്ഥനയുള്ളത്, വിളിയുള്ളത്. വല്ലദീന യദ്ഊന മിൻ ദൂനിഹി, അള്ളാഹു അല്ലാത്ത മറ്റാരെങ്കിലും ആരെങ്കിലും വിളിച്ചു പ്രാർത്ഥിച്ചാൽ എന്താണ്ടാകുക? ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ, ഒരു നിലക്കും അവർ ഉത്തരം നൽകുന്നതല്ല, ഉത്തരം കിട്ടൂല. അള്ളാഹ് പറഞ്ഞു, എന്നെ വിളിച്ചു ഞാൻ ഉത്തരം നൽകാം. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചാൽ ഉത്തരം കിട്ടൂല. ശരിക്കും മുഅ്മിനീങ്ങൾ ശരിക്കും ചിന്തിച്ചോളൂ. ഇത് ദുനിയാവും ആഖിറുമാണ് വേർതിരിയുന്നത്. അതുപോലെ തന്നെ സ്വർഗവും നരകമാണ് എന്ന് പറഞ്ഞാൽ സ്വർഗവും നരകവും വേർതിരിയുന്ന സ്ഥലത്. ഇത് മുജാഹിദും സുന്നിയുള്ള തർക്കമുള്ള വിഷയമല്ലത്. നമ്മുടെ ദുനിയാവ്, നമ്മുടെ പരലോകം, സ്വർഗവും നരകവും കിട്ടുന്ന വേർതിരിയുന്ന വിഷയം. അള്ളാഹ് എന്താ പറഞ്ഞത്? എന്നോട് പ്രാർത്ഥിച്ചോ ഞാൻ ഉത്തരം നൽകാം. അള്ളാഹ് വീണ്ടും പറഞ്ഞു, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടൂല, കിട്ടൂല എന്നാണ് പറഞ്ഞു. നമ്മുടെ പഠിപ്പിക്കണം എന്താ അറിയോ? CM മടവൂരിനെ വിളിച്ചോ, CM മടവൂർ ഉത്തരം നൽകും. അള്ളാഹ് എന്താ പറഞ്ഞു അള്ളാഹിനെ പറ്റി? അള്ളാഹിനെ പറ്റി പറഞ്ഞു, എന്നെ വിളിച്ചോ ഞാൻ ഉത്തരം നൽകും, ഞാൻ മാത്രമേ ഉത്തരം നൽകുകയുള്ളൂ, അള്ളാഹു അല്ലാത്തവർ ഉത്തരം നൽകുകയില്ല. എത്ര വ്യക്തമാണ് ഇത്. മലയാളം അറിയുന്ന മുസ്ലിങ്ങൾക്ക് അറിയില്ലേ? ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്ന മുസ്ലിങ്ങൾക്ക് തർക്കിക്കാൻ പറ്റുമോ? ഇതൊക്കെ അള്ളാഹ് പറഞ്ഞല്ലത്. ഇത് ഏതെങ്കിലും മാലപ്പാട്ടോ അഡ്രസ് ഇല്ലാത്ത വാചകല്ല. വഖാല റബ്ബുക്കും. എന്നാൽ അള്ളാഹ് പറയുന്നു, അള്ളാഹിനോട് പ്രാർത്ഥിച്ചോളി, അള്ളാഹ് ഉത്തരം തരും. എന്നാൽ കേട്ടോളി, ഇവിടെ ആരെ പറ്റിയാണ് ഇതേ ആശയം? ആരെ പറ്റിയാ പറഞ്ഞ് കേട്ടോളി. മൂസ മുസ്ലിയാർ ശൈഖുനാന്റെ പേരിൽ 11 ഫാത്തിഹ ഓതി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൂസ മുസ്ലിയാർ 11 ഫാത്തിഹ ഓതി. ഷെയ്ഖേ, എൻ്റെ അവസ്ഥ ആൾക്ക് അറിയാലോ, എനിക്ക് അവിടെ പോയാൽ മുത്താൻ ഏതായാലും കഴിയില്ല, എനിക്കിൻ്റെ അവസാനത്തെ വരുത്താത്. ഇനി ഞാൻ അറമിലെത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കതൊന്ന് തൊട്ടുമൊത്താനെങ്കിലും, ചുംബിക്കാനൊന്നും കഴിയും തോന്നുന്നില്ല, ഒന്ന് തൊട്ടുമൊത്താനെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നു. ഷെയ്ഖിനൊക്കെ വഴിയാക്കാൻ കഴിയുമല്ലോ എന്ന നിൽക്കൊരൊറ്റ വിളി 11 ഫാത്തിഹ ഓതിയിട്ട് പെട്ടെന്ന് ഏതോ ഒരാള് ഈ ഹജറുൽ അസ്വദിന്റെ അടുക്കൽ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന പോലീസുകാരുമായി ബന്ധപ്പെട്ട്, ഇത് കേരളത്തിൽ നിന്ന് വന്ന ഒരു പണ്ഡിതനാണ്, അവർക്ക് ഹജറുൽ അസ്വദ് മൊത്തം സൗകര്യം ചെയ്യണം. പെട്ടെന്നൊരാൾ എന്ന് പറഞ്ഞത് ശൈഖുനല്ല, ഇങ്ങ് തസവൂറാവില്ല, അത് വേറെ കാര്യം. പോലീസുകാരനുമായി ഇടപെട്ട് അങ്ങനെ ഈ പോലീസുകാരന് പെട്ടെന്ന് കേരളത്തിൽ നിന്ന് വന്ന ഈ പണ്ഡിതനെ അങ്ങോട്ട് വിളിപ്പിച്ചു.
ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അവർ പറഞ്ഞത് ശരി, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10 മിനിറ്റോളം സമയം ഹജറുൽ അസ്വദിന്റെ മുകളിൽ ഇങ്ങനെ മുഖം കുത്തി നിന്നുമ്പോൾ ചുംബിച്ചു കൊണ്ട് നിന്നു. മൂസ മുസ്ലിയാർ പറഞ്ഞ ഇതത്ര ആകോ എന്നൊരു ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോന്ന ഇതിൻ്റെ അപ്പുറാവും. അപ്പൊ എവിടെ വെച്ച് വിളിച്ചാലും നമുക്ക് മറുപടി തരാൻ മാത്രമുള്ള അപാരമായ പവറാണ് ശൈഖുന നേടിയെടുത്തത്. ഇതൊക്കെ മൂപ്പര ഓർമ്മയെന്നാ പറയുന്നത്. ഹജറുൽ അസ്വദ് 10 മിനിറ്റ് മുത്തി, 10 സെക്കൻഡ് മുത്താൻ തന്നെ അവിടെ ഇടങ്ങേറാണ്. 10 മിനിറ്റ് മുത്തി, അതൊക്കെ പോയിക്കോട്ടെ, ഇനി 10 ആയിക്കോട്ടെ, ഇനി 10 മണിക്കൂർ ആയിക്കോട്ടെ, അതൊന്നും പ്രശ്നമല്ല. പക്ഷെ അവസാനം ഇയാൾ പറഞ്ഞ വാചകം എന്താണ്? എവിടെ വെച്ച് വിളിച്ചാലും ഉത്തരം നൽകാൻ CM മടവൂരിന് കഴിയുന്നു. അള്ളാഹിനെ പറ്റി പറഞ്ഞെന്താ? ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോ, ഞാനാണ് ഉത്തരം നൽകുക. മാത്രമല്ല അള്ളാഹു അല്ലാത്തോട് പ്രാർത്ഥിച്ചാൽ ലാ യസ്തജീബൂൻ, ലാ യസ്തജീബൂ എന്ന് പറഞ്ഞാൽ എന്താ? ഉത്തരം കിട്ടൂലാന്ന്. അള്ളാഹ് പറയാണ് ഉത്തരം കിട്ടൂല, ഇവർ പറയുന്നു ഉത്തരം കിട്ടും. പൊന്നു മുഅ്മിനീങ്ങളെ ചിന്തിച്ചോ, ഏതാ നിങ്ങൾ വിശ്വസിക്കുന്നത്? അള്ളാഹു പറഞ്ഞു തെറ്റൂല, അത് ഓർമ്മയിൽ എടുത്ത് പറഞ്ഞതല്ല, ഇത് അള്ളാഹിന്റെ ആയത്താണിത്, അള്ളാഹിന്റെ ആയത്ത ഓതുന്നത്. അള്ളാഹ് പറയാണ് ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ, ഒരു നിലക്കും ഒരു കാര്യത്തിനും നിങ്ങൾക്ക് ഉത്തരം കിട്ടൂല എന്ന് അള്ളാഹ് പറയാണ്. ഇവരെന്താ പഠിപ്പിക്കണത്? ഉത്തരം കിട്ടും, വിളിച്ചോ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, കഅബന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പോലും പടച്ചോനെ വിളിക്കണില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, എവിടേക്കാണ് ഈ മുസ്ലിം എത്തിയത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടാക്കിയ തൗഹീദിന്റെ ഭവനമായ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പോലും പടച്ചോനെ വിളിക്കണില്ല, CM മടവൂരിനെ വിളിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര ഗുരുതരമാണ് സഹോദരന്മാരെ. ഇത് അള്ളാഹിന്റെ ഖുർആനെതിരാണ്. പൊന്നു മുഅ്മിനീങ്ങൾ ചിന്തിച്ചോ, ഇത് സുന്നി മുജാഹിദ് ഒന്നും തർക്കമുള്ള വിഷയമല്ല, അള്ളാഹിന്റെ ഖുർആന പറഞ്ഞു. ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ, ഒരു നിലക്കും നിങ്ങൾക്ക് ഉത്തരം കിട്ടൂല, ഒരു കാര്യത്തിനും കിട്ടൂല. ഇവിടെ പറഞ്ഞെന്താ? കിട്ടും, കിട്ടിയിട്ടുണ്ട്. അപ്പൊ അള്ളാഹിന്റെ ഖുർആൻ തെറ്റാണോ? അള്ളാഹിന്റെ ഖുർആൻ തെറ്റാക്കാൻ പറ്റുമോ? അള്ളാഹ് പറഞ്ഞു ശരിയല്ലേ? ശരിയാണ് മുഅ്മിനീങ്ങളെ. ഇത് മാത്രമല്ല, ഇനി അഞ്ചാമത്തെ കാര്യം എന്താ അറിയോ? അള്ളാഹു സുബ്ഹാനഹു തആല അള്ളാഹിനെ പറ്റി പറഞ്ഞെന്താണ്? ഒരു മനുഷ്യന് രോഗം വന്നാൽ ആ രോഗം ശിഫിയാക്കുന്നവനാരാണ്? ഒരു മുഅ്മിൻ പറയുന്നത് പടച്ചോനാണ്. അതല്ലാഹ് പറഞ്ഞല്ലേ? ഇബ്രാഹിം ഇവിടെ വാചകം എടുത്ത് അല്ലാഹ് പറഞ്ഞു വഇദാ മരിൽതു ഫഹുവ യസ്ഫീൻ, എനിക്ക് രോഗം ബാധിച്ചാൽ അള്ളയാണ് എനിക്ക് ശമനം നൽകുന്നവൻ, പടച്ചോനാണ് എനിക്ക് ശമനം നൽകുന്നവൻ. അപ്പൊ രോഗം ബാധിച്ചാൽ രോഗത്തിന് ശമനം നൽകുന്നവൻ അള്ളയാണ്. വിശ്വാസിക്ക് തർക്കമുണ്ട്, അള്ളാഹ് പറഞ്ഞത്. മാത്രമല്ല മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, കാന ഇദാ ആദ മരീദൻ, പ്രവാചകൻ രോഗിയെ സന്ദർശിച്ചാൽ യഖൂൽ, നബി എന്താ പറയാം? അദ്ഹിബിൽ ബഅസ, അല്ലാഹുവേ നീ ഈ രോഗത്തെ മാറ്റണം. റബ്ബന്നാസ് ഇശ്ഫിഹി അൻത ശാഫി, അല്ലാഹുവേ നീയാണ്, അല്ലാഹുവേ അൻത ശാഫി, നീയാണ് രോഗം ശിഫിയാക്കുന്നവൻ, പടച്ചോനെ നീയാണ്. രോഗം ശിഫിയാക്കുന്ന അള്ളാഹ് പറഞ്ഞു അള്ളയാണ്, റസൂൽ പറഞ്ഞു അള്ളയാണ്. ഇനി വിശ്വാസിക്ക് തർക്കണ്ടോ? രോഗം ശിഫിയാക്കുന്നവൻ അള്ളാഹു പറയുന്നു അള്ളയാണ്, റസൂൽ പറയുന്നു അള്ളയാണ്. ഓക്കെ, ഇത് വിശ്വസിക്കാൻ പറ്റുമോ? ഇത് വിശ്വാസി വിശ്വസിക്കണ്ടേ? നിർബന്ധമായിട്ട് വിശ്വസിക്കണം. അപ്പൊ അള്ളാഹുവിന്റെ വിശേഷണത്തിൽപ്പെട്ടതാണ് രോഗം വന്നാൽ രോഗം ശിഫിയാക്കുക എന്ന കാര്യം. അത് പടച്ചറബ് ചെയ്യുന്ന കാര്യമാണ്. അല്ലാഹും അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക, നീ രോഗം സുഖപ്പെടുത്തിയാലല്ലാതെ പടച്ചോനെ രോഗം മാറൂലല്ലോ. ഇത് റസൂൽ പഠിപ്പിച്ചതല്ലേ? അല്ലാഹും അൻത ശാഫി, അല്ലാഹുവേ നീയാണ് രോഗം ശിഫിയാക്കുന്നവൻ, അള്ളയാണ് ശിഫിയാക്കുന്നവൻ. മുഅ്മിനീങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട്, പടച്ചോനാ ശിഫിയാക്കുന്നവൻ. അള്ളാഹ് പറയാണ് വൈദാ മരിൽതു ഫഹുവ യസ്ഫീൻ, എനിക്ക് രോഗം വന്നാൽ, അഥവാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാചകം അള്ളാഹ് പഠിപ്പിക്കാൻ. ഇബ്രാഹിം നബി പറയാണ് എനിക്ക് രോഗം വന്നാൽ ആദം നബിയാണ് ശിഫിയാക്കുന്നവനെന്നല്ല, നൂഹ് നബിയാണെന്നില്ല, ഇദ്രീസ് നബിയാണെന്നില്ല, അള്ളയാണ്. ഇവിടെ പഠിപ്പിക്കണം എന്താ അറിയോ? രോഗം ശിഫിയാക്കുന്നവൻ CM മടവൂരാണ്. കേട്ടോളി. രോഗപ്രയാസങ്ങളുമായി വരുമ്പോൾ മരുന്ന് നിർദ്ദേശിക്കാറല്ല, മറിച്ച് അവിടെ നിന്ന് ഒരു വാക്കാണ്, അത് വേണ്ട, അതില്ല, ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വാക്കിന് വലിയ ഫലമാണ്.
സി എം മടവൂരിൻ്റെ അടുത്ത് വല്ല രോഗികൾ വന്നാൽ വേറെ ക്ലിപ്പിൽ പറയും മരുന്നൊന്നും നിർദ്ദേശിച്ച് വെച്ചു കൊടുക്കൂല, വേണ്ട എന്ന് പറയും. എന്ന് പറഞ്ഞാൽ രോഗം മാറണം. അപ്പൊ സി എം മടവൂര് പറഞ്ഞാൽ രോഗം മാറിയിരിക്കും. അള്ള പറഞ്ഞ എന്താ? അള്ളാഹുവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരിക്ക് ചിന്തിച്ച മുഅ്മിനീങ്ങളെ, അശറഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്താണ്? റസൂലുള്ളാഹിനേക്കാൾ വലിയൊരു പടപ്പ് അള്ളാഹ്ക്കുണ്ടോ? റസൂലുള്ളാഹിയേക്കാൾ വലിയൊരു പടപ്പ് പടച്ചോനുണ്ടോ? ഉണ്ടോ മുഅ്മിനീങ്ങളെ? ഇല്ലല്ലോ. ആ റസൂലുള്ളാഹിന്റെ ചര്യ എന്താ ഹദീസിലുള്ളത്? കാന ഇദാ ആദ മരീളൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയെ സന്ദർശിച്ചാൽ രോഗം വേണ്ട എന്നല്ല പറയാ. അല്ലാഹുമ്മ അദ്ഹിബിൽ ബഅസ, അല്ലാഹുവേ നീ രോഗം ശിഫിയാക്കണം. അൻത ശാഫി, നീയാണല്ലോ രോഗം ശിഫിയാക്കുന്നവനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. കാരണം പടച്ചോനാ രോഗം മാറ്റുന്നത്. എന്ന് സി എം മടവൂരിൻ്റെ അടുത്ത് ചെന്നാലോ വേണ്ട എന്ന് പറയും. ഇത് രസമുണ്ട്. സി എം മടവൂരിൻ്റെ കറാമത്ത് എഴുതുമ്പോൾ ചില ആളുകളൊക്കെ എഴുതി വെച്ചെന്താ വെച്ചാൽ, അതായത് സി എം മടവൂര് പിന്നെ പറഞ്ഞു എന്നാണ്, ബീമാർ നഹോൻ, ഉറുദുവിലാവുമ്പോൾ പറഞ്ഞെന്നാ ഇതിലുണ്ട്. സി എം മടവൂര് ചരിത്രവും പിന്നെ അതായത് സി എം മടവൂരിൻ്റെ അടുത്ത് രോഗി വന്നപ്പോൾ ഇതൊന്നും പരിഹസിക്കാനോ കളിയാക്കാനോ ശരിക്കും ചിന്തിച്ചോളി മുഅ്മിനീങ്ങളെ. ഇത് എഴുതുന്ന ആളുകൾക്ക് നമ്മൾ ഇതാണ് വിശ്വസിക്കേണ്ടത്, അള്ളാഹിൻ്റെ ഖുർആനെ വിശ്വസിക്കേണ്ടത്. ഇത് കോഴിക്കോടങ്ങാടി നിന്ന് അച്ചടിച്ചതാണ്. അള്ളാഹിൻ്റെ ഖുർആൻ അള്ളാഹിൻ്റെ അടുക്കൽ നിന്ന് തൻസീലും മിർ റബ്ബിൽ ആലമീൻ, പടച്ചോൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങി, അത് വിശ്വസിച്ചോളി. ഇതിൽ പറയാണ് ബീമാർ നഹോ എന്ന് സി എം മടവൂര് പറഞ്ഞു. ഇതിൽ എഴുതിയിട്ടുണ്ട്, ഈ പുസ്തകത്തിലുണ്ട്, ഈ പുസ്തകത്തിലുണ്ട്. ഇത് രണ്ടും സമസ്തക്കാരിറക്കിയ പുസ്തകം. എന്ന് പറഞ്ഞാൽ രോഗം വേണ്ട എന്ന് പറഞ്ഞു എന്നാ. ഉറുദു അറിയുന്ന ആളുകൾക്കറിയാം, ബീമാർ നഹോ എന്ന് പറഞ്ഞാൽ രോഗി വേണ്ട എന്നർത്ഥം. ഇതിൽ രണ്ട് പുസ്തകത്തിലും ബീമാർ നഹോ എന്നുള്ളത്. അപ്പൊ സി എം ഇനി അടുത്ത് പറഞ്ഞത് സി എം മടവൂർ എന്ത് പറഞ്ഞാലും അത് അങ്ങനെ തന്നെ ഉണ്ടാകുന്ന. അപ്പൊ സി എം മടവൂർ എന്താ ശരിക്കും പറഞ്ഞത്? ബീമാർ നഹോ എന്ന് പറഞ്ഞാൽ രോഗി വേണ്ട. അത് സി എം മടവൂരിന് ഉറുദു അറിഞ്ഞിട്ടാണോ ഇനി കിതാബ് ഇതാക്ക് ഉറുദു അറിഞ്ഞിട്ടോ എന്നറിയില്ല. ശരിക്കും രോഗം വേണ്ട, ബീമാരി നഹോ എന്നാ പറയണ്ടേ ശരിക്കും ഉറുദുവിൽ. ഉറുദു പഠിച്ച ആൾക്കാർക്ക് അറിയാം. പക്ഷെ സി എം മടവൂർ പറഞ്ഞ രണ്ട് റിവായത്തിലുള്ളത് ബീമാർ നഹോ എന്നാ. അപ്പൊ ശരിക്ക് സി എം മടവൂരിന് ഒറിജിനൽ കറാമത്തുണ്ടെങ്കിൽ ഒരു പറഞ്ഞ അനല്ലാന്നാണെങ്കിൽ അവിടെ ബുഗണ അയാള് മയ്യത്താണ്. മയ്യത്തായിട്ടില്ല, മയ്യത്തായിട്ടുണ്ടെങ്കിൽ ഏതായാലും പറയല്ലോ. രോഗം മാറ്റാൻ പറയും, രോഗി തന്നെ മരിച്ചു എന്നാണ് കറാമത്ത് പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്കണം. പൊന്നും നിങ്ങൾ ചിന്തിച്ചു, അത് വേറെ വിഷയം. ഇവിടെ എന്താ അള്ളാഹിനെ പറ്റി പറഞ്ഞെന്താ? രോഗം വന്നാൽ ഞാനാണ് ശിഫിയാക്കുന്നവൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനെ പറ്റി പറഞ്ഞു അൻത ശാഫി, പടച്ചോനെ നീയല്ലേ രോഗം ശിഫിയാക്കുന്നവൻ. പക്ഷെ ഇവിടെ പറയുന്നു സി എം മടവൂരിൻ്റെ അടുത്ത് വന്നാൽ ആ സി എം മട രോഗം വേണ്ട എന്ന് പറഞ്ഞാൽ തന്നെ രോഗം മാറിപ്പോകും. അള്ളൊന്നും മാറ്റണ്ട, സി എം മടവൂര് തന്നെ രോഗം മാറ്റുന്നു. പൊന്നും ഉമ്മീങ്ങൾ ചിന്തിച്ചോ? ഇതൊരു ഉമ്മിന് വിശ്വസിക്കാൻ പറ്റുമോ? ഒരു വിശ്വാസിക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുമോ? അള്ളാഹിനെ പറ്റി പറഞ്ഞ അതേ കാര്യം, വലം യകുല്ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിന് തുല്യരായിക്കൊണ്ട് ആരുമില്ലെന്ന് സൂറത്തുൽ ഇഖ്ലാസിൽ എത്ര വട്ടം നമ്മൾ ഓതുന്നത്? ലൈസ കമിസ്ലിഹി ശൈഉൻ, പടച്ചോനെ പറ്റി പടച്ചോനെ പോലെ ഒന്നുമില്ല. എത്ര തവണ നമ്മൾ പറയണത്? ശരിക്കും ചിന്തിച്ചോളി. ഇതൊന്നും അഹ്ലുസുന്നയല്ല. അള്ളാന്റെ ഖുർആൻ പറഞ്ഞത് അഹ്ലുസുന്ന, അള്ളാന്റെ ഖുർആൻ പഠിപ്പിച്ചതാണ് അഹ്ലുസുന്ന. അതെടുത്തോളി, അതെടുത്താൽ മതി. ഇനി കേട്ടോ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ ഖുർആനിൽ എത്രയോ സ്ഥലങ്ങളിൽ പറഞ്ഞ കാര്യമാണ്. അള്ള ഒരു കാര്യം ഉണ്ടാകണം തീരുമാനിച്ചാൽ കുൻ എന്ന് പറയും. കുൻ എന്ന് പറഞ്ഞാൽ അത് ഉണ്ടായിത്തീരും. അള്ള പറഞ്ഞു നോക്കൂ, ബദീഉസ് സമാവാതി വൽ അർളി, ആകാശങ്ങളെയും ഭൂമിയെയും മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചനാണവൻ. വഇദാ ഖദാ അംറൻ, അള്ള ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഫഇന്നമാ യഖൂലു ലഹു, ആ കാര്യത്തോട് അള്ള പറയുക മാത്രം ചെയ്യുന്നു. എന്താ പറയും? കുൻ. കുൻ എന്ന് പറഞ്ഞാൽ ഫയകൂനു, ആ കാര്യം ഉണ്ടായിത്തീരുന്നതാണ്. അള്ള ഒരു കാര്യം ഉണ്ടാകണമെന്ന് തീരുമാനിച്ചാൽ കുൻ എന്ന് പറയും. അത് അള്ളാന്റെ വിശേഷനാണ്. കുൻ എന്ന് പറഞ്ഞാൽ ഫയകൂനു, ആ കാര്യം ഉണ്ടായിത്തീരുന്നതാണെന്ന് വിശുദ്ധ ഖുർആൻ അള്ളാഹിനെ പറ്റി സൂറത്ത് ബഖറയിൽ പറഞ്ഞു. ഇനിയോ സൂറത്തു നഹ്ൽ അല്ലാഹു പറയാൻ, ഇന്നമാ ഖൗലുനാ ലിശൈഇൻ
ഇദാ അറദ്നാഹു അൻ നഖൂല ലഹു കുൻ ഫയകൂൻ. ഒരു കാര്യം ഉണ്ടാകണം എന്നുള്ള തീരുമാനിച്ചാൽ കുൻ എന്ന് പറഞ്ഞാൽ മതി, അതുണ്ടാകുന്ന. ഇത് അള്ളാഹിനെ പറ്റി മാത്രമല്ലേ പറയാൻ പറ്റുള്ളൂ. മുഅ്മിനീങ്ങൾ ചിന്തിച്ചു, അള്ളാഹിനെ പറ്റി പറഞ്ഞാൽ എന്താ അറിയോ, ഒരു കാര്യം ഉണ്ടാകണമെന്ന് അള്ളാഹ് തീരുമാനിച്ച് ഉദ്ദേശിച്ചാൽ അള്ളാഹ് എന്താ പറയാ, കുൻ എന്ന് പറയും. കുൻ എന്ന് പറഞ്ഞാൽ ഫയകൂനു, അത് ഉണ്ടായി തീരുമെന്ന് പറഞ്ഞ് മുജാഹിദിന്റെ കിതാബല്ല, അള്ളാഹുവിന്റെ കിതാബാണ് ഞാൻ ഓതിയത്. അള്ളാഹുവിന്റെ ഗന്ധത്തിൽ നിന്നാണ് പൊന്നു മുഅ്മിനീങ്ങളെ ഞാൻ വായിച്ചത്. ശരിക്കും ശ്രദ്ധിച്ചോ, അള്ളാഹിനെ പറ്റി പറയാണ്, ഞാനൊരു കാര്യം ഉണ്ടാകണം തീരുമാനിച്ചാൽ കുൻ എന്ന് പറഞ്ഞാൽ മദീന. മാലിൽ എന്താ അറിയോ, മാലിൽ ഇത് നേരെതിരാണ്. എന്നോട് ഏകൽ ഉടയവൻ തന്നേകൽ ആകുന്നു ഞാൻ ചൊൽകിൽ ആകും അതെന്നോവർ. അഥവാ എൻ്റെ ഏകൽ പടച്ചോൻ്റെ ഏകൽ, ഞാനും പടച്ചോനും പറഞ്ഞ തുല്യാണ്. ഞാൻ പറഞ്ഞ പടച്ചോൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞാലും അത് ഉണ്ടാകുമെന്ന് മഹാനായ മൊഹീദി ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ച് കളവ് പറഞ്ഞിരിക്കുന്നു. അത് വേറെ വിഷയം. ഇനി ഇതേ കാര്യം CM മടവൂരിനെ പറ്റിയുണ്ട്. ഇതെന്താ പുസ്തകം അറിയാം നിങ്ങൾക്ക്? അൽ മൗലിദ് നൂരി ലിൽ ഗൗസിൽ മടവൂരി. മടവൂർ ശൈഖിനെ പറ്റിയുള്ള മൗലുദാണ്. ഈ കിതാബിനൊരു പ്രത്യേകത ഉണ്ട്. എന്താ അറിയോ, ഇത് കോഴിക്കോട് കാരന്തൂർ മർക്കസിലെ മുസ്ലിയാർ എഴുതിയ പുസ്തകമാണ്. അയാളുടെ പേരെന്താ അറിയോ, അബ്ദുൽ ബസീർ ബിൻ സുലൈമാൻ അൽ സഖാഫി അൽ ഹിന്ദി അൽ മലേബാരി അൽ പിലാക്കലത്തിയാണ്. റയീസ് ഖിസ്മ ഉസൂൽ ഫിഖ് ജാമിയത്തുൽ മർക്കസ് കാലിക്കൂത്ത് കേരള അൽ ഹിന്ദ്. എൻ്റെ അഡ്രസ്സുള്ള കിതാബെന്ന് പറയാൻ ഫുൾ അഡ്രസ്സ് പറഞ്ഞു കേട്ടോ. ഇത് ഈ പുസ്തകത്തിന് അവതാരിക എഴുതി കൊടുത്തത് കാന്തപുരം ഉസ്താദാണ്. കാന്തപുരമാണ് ഈ പുസ്തകത്തിന് അവതാരിക എഴുതി കൊടുത്തത്. ഇനി മാത്രമല്ല, ശരിക്കും മുഅ്മിനീങ്ങൾ ശ്രദ്ധിച്ചു, ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത കാന്തപുരം പറഞ്ഞ എന്താ അറിയോ, തജ്ദറു അൻ തുഖ്റഅ ഫിൽ ബുയൂതി വൽ മജാലിസ് റജാഅൻ തഉമ്മഹ അൽ ബറകാത്ത് വറഹ്മാത്ത്. ഈ പുസ്തകത്തിൽ ഒരുപാട് ഫായിദകളുണ്ട്. ഇത് എല്ലാ വീട്ടിലും വായിക്കേണ്ട പുസ്തകമാണ്. ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്താ അറിയോ, ശേഖുന് പറയാണ്, എന്താ പറയണ അറിയോ, ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത എല്ലാ വീട്ടിലും വായിക്കേണ്ട പുസ്തകം. ഈ പുസ്തകത്തിൽ 87-ാമത്തെ പേജിൽ CM മടവൂരിനെ പറ്റി പറഞ്ഞെന്താ അറിയോ, 87-ാമത്തെ പേജിൽ അള്ളാഹിനെ പറ്റി പറഞ്ഞെന്താണ്, ഒന്നുകൂടി ഞാൻ വായിച്ചു തരാം. ഇന്നമാ ഖൗലുനാ ലിശൈഇൻ ഇദാ അറദ്നാഹു അൻ നഖൂല ലഹു കുൻ ഫയകൂൻ. അള്ളാഹിനെ പറ്റി പറയാണ്, ഞാനൊരു കാര്യം ഉണ്ടാകണമെന്ന് തീരുമാനിച്ചാൽ കുൻ എന്ന് ഞാൻ പറഞ്ഞാൽ ഫയകൂനു, അത് ഉണ്ടാകും. അള്ളാഹിനെ പറ്റി അള്ളാഹിന്റെ കിതാബിൽ പറയുന്നു. എന്നാൽ ഈ മുസ്ലിയാർ CM മടവൂരിനെ പറ്റി മുസ്ലിയാർ കിതാബിൽ എന്താ പറഞ്ഞറിയോ, കേട്ടോളൂ. വദുത്തസ്രീഫി, അഥവാ CM മടവൂരിന് ഒരുപാട് തസ്രീഫാത്തുകൾ, ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട്. മൻ ലൗ ഖാല ലിശൈഇൻ, ആ CM മടവൂരെങ്ങാനും ഏതെങ്കിലും ഒരു വസ്തുവിനോട് പറഞ്ഞാൽ കുൻ എന്ന് പറഞ്ഞാൽ ലക്കാന, അത് ഉണ്ടായിത്തീരുന്നതാണ്. നിങ്ങളെ ചിന്തിച്ചോ, ഇത് അള്ളാഹിനെ പറ്റി അള്ളാഹിന്റെ കിതാബിൽ പറഞ്ഞു കുൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാകും. CM മടവൂരിനെ പറ്റി കാന്തപുരത്തിന്റെ അവതാരികയോടുകൂടി എഴുതിയ പുസ്തകത്തിൽ എല്ലാ വീട്ടിലും വായിക്കണമെന്ന് പറഞ്ഞ് പിന്നെ കാന്തപുരം അവതാരിക എഴുതി കൊടുത്ത പുസ്തകത്തിൽ മടവൂരിനെ പറ്റി പറഞ്ഞാൽ എന്താ അറിയോ, മടവൂരെങ്ങാനും ഒരു കാര്യത്തിൽ കുൻ എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകും. ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യമാണോ നമ്മൾ സ്വീകരിക്കേണ്ടത്, അതല്ല അള്ളാഹിന്റെ കിതാബിൽ പറഞ്ഞ കാര്യമാണോ? ഏതാ മുഅ്മിനീങ്ങൾ സ്വീകരിക്കേണ്ടത്? വളാഞ്ചേരിയിലെ മുഅ്മിനീങ്ങൾ ചിന്തിച്ചോ, സുന്നി മുജാഹിദൊക്കെ അവിടക്കട്ടെ, അള്ളാഹിന്റെ കിതാബ് എടുക്കി, അള്ളാഹിന്റെ കിതാബ് എടുക്കി. അള്ളാഹിന്റെ കിതാബിൽ അള്ളാഹിനെ പറ്റി പറഞ്ഞ് സ്വീകരിച്ചൂടെ? ഇയാൾ പറയുന്നു, എന്താ പറഞ്ഞ്, മൻ ലൗ ഖാല ലിശൈഇൻ കുൻ, ആ CM മടവൂരെങ്ങാനും ഒരു വസ്തുവിനോട് കുൻ എന്ന് പറഞ്ഞാൽ ലക്കാന, അത് ഉണ്ടായിത്തീരുക തന്നെ ചെയ്യും. ഇത് മുജാഹിദ് കട്ട് വായിച്ചതല്ല, ഇത് വാങ്ങാൻ കിട്ടുന്ന പുസ്തകമാണിത്. ഇത് പൊന്നു മുഅ്മിനീങ്ങൾ ചിന്തിച്ചോ, ഇത് വിശ്വാസിക്ക് ഭൂഷണമാണോ? ഇത് വിശ്വാസിക്ക് വിശ്വസിക്കാൻ പറ്റിയതാണോ? അള്ളാഹിനെ പറ്റി പറഞ്ഞല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, രണ്ടും കൂടി ഉണ്ടാകുമോ? CM മടവൂരിന് ആ കഴിവ്, അള്ളാഹു ആ കഴിവ്. ലൈസ കമിസ്ലിഹി ശൈഉൻ, അള്ളാഹുവിനെ പോലെ ഒന്നുമില്ല. റസൂൽ അള്ളാഹിനെ പറ്റി ഒരു പടപ്പില്ല. അള്ളാഹിനെ പോലെ അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാർ ആരും പടച്ചവനെ പോലെയല്ല. അത്ര കൃത്യമായി വൃത്തിയായി അള്ളാഹ് പറഞ്ഞതാണ്. ഇനിയോ ചിന്തിച്ചു, 7-ാമത്തെ കാര്യം, 6 കാര്യം ഞാൻ പറഞ്ഞു. അള്ളാഹിനെ പറ്റി പറഞ്ഞ 6 കാര്യങ്ങൾ CM മടവൂരുണ്ട് എന്നാ പറഞ്ഞത്.
എന്നും പറഞ്ഞു. എന്നാൽ എവിടെയാണ് ശിർക്ക്? എന്നാൽ ചില ആളുകൾ ചോദിച്ചു, ശിർക്കാണ് ഈ പറഞ്ഞത്, ശരിക്ക് പറഞ്ഞുതരാം, ശരിക്ക് ശ്രദ്ധിച്ചോളി. ആർക്കൊരു അവ്യക്തത വേണ്ട. അള്ളാഹിൻ്റെ ഖുർആൻ അവിടെ ഉദ്ധരിക്കണം. വേറെ അള്ളാഹിൻ്റെ ഖുർആൻ, റസൂലുള്ളാഹിൻ്റെ സുന്നത്തും മുജാഹിദിൻ്റെ ഒറ്റ കിതാബ് ഞാൻ വായിക്കണില്ല. മുജാഹിദിൻ്റെ ഒറ്റ കിതാബ് ഞാൻ വായിക്കണില്ല. അള്ളാഹിൻ്റെ കിതാബും റസൂലുള്ളാഹിൻ്റെ ഹദീസോ വായിക്കണുള്ളൂ. ശരിക്ക് ശ്രദ്ധിച്ചോളി. ഇനി ഏഴാമത്തെ കാര്യം, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ച മനുഷ്യനെ ജീവിപ്പിക്കാൻ കഴിവുള്ളവൻ ആരാണ്? ആരാ മുഅ്മിനീങ്ങളെ? അള്ളല്ലേ. എത്ര സ്ഥലത്ത് അള്ളാഹ് പറഞ്ഞതാണ്, ദാലിക ബിഅന്നല്ലാഹ ഹുവൽ ഹഖ്, ഇതാ അള്ളാഹുവാണ് സത്യമായിട്ടുള്ളവൻ, വഅന്നഹു യുഹ്യിൽ മൗതാ, അവനാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നവൻ, അവനാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നവൻ. ശരിക്ക് ശ്രദ്ധിച്ചോ, വഅന്നഹു യുഹ്യിൽ മൗതാ, അള്ളാഹുവാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നവൻ. സൂറത്തു ഹജ്ജിൽ ഇതൊക്കെ ആയത്തുകൾ എടുത്ത് പരിശോധിച്ച് നോക്കി. ഇല്ലെങ്കിൽ പറയും. ഇനിതാ സൂറത്തു യാസീൻ അല്ലാഹ് പറയുന്നു, ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ, നാമാണ് പടച്ചറബ്ബാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത്. പടച്ചോനെ മരിച്ചവരെ ജീവിപ്പിക്കുന്ന ആരാണ്? അള്ളാഹുവാണ്. സൂറത്തു യാസീൻ ചിലർക്കൊക്കെ മനപ്പാടല്ലേ. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ. ഇനി കേട്ടോ, അള്ളാഹു വീണ്ടും പറയുന്നു, ഇന്നല്ലദീ അഹ്യാഹാ ലമുഹ്യിൽ മൗതാ, ആരാണ് ആദ്യം ജീവൻ കൊടുത്തത്? അവൻ തന്നെയാണ് മരിച്ചവരെയും ജീവിപ്പിക്കുക. ഇനി ഒരു കാര്യം കൂടി അഡീഷണൽ ആയിട്ട് മനസ്സിലാക്കിക്കോളൂ. മക്കയിൽ ജീവിച്ച അവിശ്വാസികളായ ആളുകളുണ്ടല്ലോ, മുഅ്മിനീങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോ. മക്കയിൽ ജീവിച്ച റസൂലുള്ളാഹിന്റെ ശത്രുക്കളുണ്ടല്ലോ, മുഅ്മിനീങ്ങളല്ല, മക്കയിൽ ജീവിച്ച റസൂലുള്ളാഹിന്റെ ശത്രുക്കളായ മുശ്രിക്കുകൾ, അവർ പോലും വിശ്വസിച്ച എന്താ അറിയോ? അവർ പോലും വിശ്വസിച്ച അള്ളാഹ് പറയാണ്. അള്ളാഹ് പറഞ്ഞു കേട്ടോ, വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി, ആരാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത് എന്ന് നബിയേ നിങ്ങളുടെ എതിരാളികളായ മുശ്രിക്കുകളോട് ചോദിച്ചു നോക്കൂ. എന്താ ചോദിക്കണ്ട്? അല്ല അബൂജഹലെ, അല്ല ഉത്തുബത്തെ, ആരാണ് മരിച്ചവരെ ജീവിപ്പിക്കുക? എന്താ അബൂജഹലിന്റെ മറുപടി? പുന്നുമുഅ്മിനീങ്ങൾ ചിന്തിച്ചോ. അവരുടെ മറുപടി പോലും അള്ളയാണെന്നാണ്. എന്താ പറഞ്ഞത്? അള്ള പറഞ്ഞു, അള്ളാഹിനെ പറ്റി മരിച്ചവരെ ജീവിപ്പിക്കുന്ന അള്ളയാണ്. മക്കയിലെ റസൂലുള്ളാഹിന്റെ എതിരാളികൾ പോലും പറയുന്നു അള്ളയാണ്. ഇനി ഇവിടെ കേട്ടോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അംഗീകരിക്കുന്ന പൊന്നു മുഅ്മിനീങ്ങളെ ചില ആളുകൾ പറയുന്നു, അല്ല മരിച്ചവരെ ജീവിപ്പിച്ചത് CM മടവൂരാകുന്നു. എങ്ങനെയുണ്ട്? നിങ്ങൾ ചിന്തിച്ചോളൂ. മക്കത്തെ മുശ്രിക്കിനേക്കാളും വിശ്വാസത്തിൽ പിഴച്ചു പോയില്ലേ പൊന്നു മുഅ്മിനീങ്ങളെ? മക്കത്തെ അവിശ്വാസികൾ പോലും, മക്കയിലെ അവിശ്വാസികൾ പോലും പറയുന്നു, ഫസയഖൂലൂനല്ലാഹ്, പടച്ചോനാണ് മരിച്ചവരെ ജീവിപ്പിക്കുക, പടച്ചോന് മാത്രമേ ഇത് കഴിയുള്ളൂ. അള്ളാഹിനെ പറ്റി പറഞ്ഞ ആ കാര്യം മക്കയിലെ അവിശ്വാസികൾ പോലും വിശ്വസിച്ചു. പക്ഷെ ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പറയുന്ന ആളുകൾ പറഞ്ഞു കേട്ടോളൂ നിങ്ങൾ, CM മടവൂരാണ് മരിച്ചവരെ ജീവിപ്പിച്ചത്. കേട്ടോളൂ. കൊടുവള്ളിയിലെ ഒരു അസീസ് മുസ്ലിയാരുണ്ട്, അമ്പലക്കണ്ടി അസീസ് മുസ്ലിയാർ. അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു എന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് റിപ്പോർട്ട് കൊടുത്തു. മുഅ്മിനീങ്ങളെ, ശൈഖുനാനോട് ചെന്ന് സങ്കടം പറഞ്ഞു. കോഴിക്കോട് ബഹുമാനപ്പെട്ടവർ ഉള്ള സമയത്ത് ശൈഖുനാനോട് വന്ന് സങ്കടം പറഞ്ഞു, എന്റെ ഭാര്യ മരണപ്പെട്ടു പോയി. ശൈഖുന പറഞ്ഞു, മരിച്ചിട്ടില്ല, ഡോക്ടർമാർ എഴുതി കൊടുത്തു മരിച്ചു എന്ന്. പ്രിയപ്പെട്ടവരെ, ശൈഖുനയദാ ആ മനുഷ്യന്റെ കൂടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നു. ആർക്കും പ്രവേശനമില്ലാത്ത രാത്രി സമയത്താണ്. ശൈഖുന വാർഡനോട് പറഞ്ഞു, തുറക്കടാ വാതില്. ആർക്കും തുറന്നു കൊടുക്കാറില്ല. ഞെട്ടിപ്പോയി അദ്ദേഹം തുറന്നു കൊടുത്തു. ശൈഖുന നടന്നു കയറി. സുബ്ഹാനല്ലാഹ്, ആ പെണ്ണിനെ മരണപ്പെട്ടിട്ട് വസ്ത്രങ്ങൾ അഴിച്ചിട്ട് തുണിയിൽ പൊതിഞ്ഞിട്ട് കഴുത്ത് കെട്ടിയിട്ട് നിലത്തിങ്ങനെ കിടത്തിയിരിക്കുകയാ. ശൈഖുന ചൂടായിട്ട് പറഞ്ഞു, ആരാ ഇവിടെ കിടത്താൻ പറഞ്ഞത്? കട്ടിലിലേക്ക് കിടത്തു. സുബ്ഹാനല്ലാഹ്, ഒരുപാട് തവണ, വിശാല ചരിത്രം, ഒരുപാട് തവണ ആ പെണ്ണിനെ ശൈഖുന അങ്ങ് അടിച്ചു. സുബ്ഹാനല്ലാഹ്, അവസാനം ശൈഖുന കണ്ണു തുറന്നു. പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ, ആ പെണ്ണിന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. അള്ളാഹിനെ പറ്റി പറയാണ്, ഞാനാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത്. ഇവിടെ പറഞ്ഞെന്താ അറിയോ? ഇത് കറാമത്ത്, കള്ളക്കഥ പറയാണ്. മോർച്ചറിക്ക് കയറി ചെന്നിട്ട് കഥയിലൊന്നും ചോദ്യമില്ല, തുറക്കടാ എന്ന് പറഞ്ഞു. തുറന്നു. ആ പെണ്ണിനെ അടിച്ചു എന്നാ, ഒരു അന്യ സ്ത്രീയാണ്, അതിന് കഥയിലൊന്നും ചോദ്യമില്ലല്ലോ. അടിച്ചപ്പോ
ഡോക്ടർമാർ വിധി എഴുതി മോർച്ചറിയിൽ കയറ്റിയ പെണ്ണ് ജീവിച്ചൂന്ന്. ഇത് വിശ്വസിക്കണോ അള്ളാഹിന്റെ ഖുർആൻ വിശ്വസിക്കണോ? നിങ്ങൾ വളാന്തേരിക്കാർ ചിന്തിച്ചോളി. ഈ കള്ളക്കഥ വിശ്വസിക്കണോ? പൊന്നു മുഅ്മിനീങ്ങളെ തന്നെ നമുക്ക് പറയാനുള്ളത്. പൊന്നു മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഈ കള്ളക്കഥ വിശ്വസിക്കണോ? അള്ളാഹിന്റെ ഖുർആൻ വിശ്വസിക്കണോ? അള്ളാഹിന്റെ ഖുർആൻ തെറ്റൂല, അത് പടച്ചോന്റെ അടുത്ത് നിന്നുള്ളതാണ്. ഇത് കള്ളക്കഥയാണ്. ഇത് ഒരു വിശ്വാസിക്ക് വിശ്വസിക്കാൻ പോലും പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്പൊ പറയും, ഈസാ നബി ജീവിപ്പിച്ചില്ലേ? വഅനുഹയിൽ മൗത. തഫ്സീർ റാസി എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു മനുഷ്യനെ ജീവിപ്പിക്കണമെങ്കിൽ ഈസാ നബിക്കുള്ള മുഅ്ജിസത്ത് എന്താ അറിയോ? അള്ളാഹുവിനോട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കും. ആ പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവാണ് ആ മനുഷ്യനെ ജീവിപ്പിക്കുന്നത്, അതല്ലാതെ ഈസാ നബി അല്ല. തഫ്സീറിലില്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈസാ നബി പോലും അങ്ങനെ ചെയ്തിട്ടില്ല. ഈസാ നബിന്റെ മുഅ്ജിസത്തായിക്കൊണ്ട് പറഞ്ഞ കാര്യത്തിൽ പോലും അതാ വിശദീകരണം. ഇവിടെ CM മടവ് ഒരു മോർച്ചറി ചെന്ന് മരിച്ചൊരു പെണ്ണിനെ ജീവിപ്പിച്ചു. അള്ളാഹിന്റെ വിശേഷണമല്ലേ അത്? മക്കത്തെ മുശ്രിക്ക് പോലും അംഗീകരിച്ചതല്ലേ? ഇനി കേട്ടോ, 8ാമത്തെ കാര്യം. നമുക്കറിയാം, വാനലോകത്ത് നിന്ന് വഴമർശിപ്പിക്കുന്നവൻ ആരാണ്? പടച്ചോനല്ലേ സഹോദരന്മാരെ. ഇതൊരു വിശ്വാസിക്ക് തർക്കമുണ്ടോ? മനുഷ്യന്മാർക്ക് എത്ര ടെക്നോളജി പുരോഗതി പ്രാപിച്ചാലും ആകാശലോകത്തിൽ നിന്ന് മഴ വർഷിപ്പിക്കാൻ ആർക്കാ കഴിയാം? ഹുവല്ലദീ അൻസല മിനസ് സമാഇ മാഅ. അല്ലാഹുവല്ലേ നിങ്ങൾക്ക് വാനലോകത്തിൽ നിന്ന് വെള്ളം ഇറക്കി തന്നവൻ. എത്ര ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വല്ലാഹു അൻസല മിനസ് സമാഇ മാഅ. അല്ലാഹുവാണ് നിങ്ങൾക്ക് വാനലോകത്തിൽ നിന്ന് വെള്ളം ഇറക്കി തന്നത്. വീണ്ടും പറയുന്നു, അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ. അല്ലയോ മനുഷ്യന്മാരെ, നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം നിങ്ങൾ കാണുന്നില്ലേ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. ആ മേഘത്തിന്റെ പാളികളിൽ നിന്ന് ആ വെള്ളത്തെ ഇറക്കിയവൻ നിങ്ങളാണോ അതല്ല ഞാനാണോ? അള്ളാന്റെ ചോദ്യമാണ്. നിങ്ങളിൽ ഏതെങ്കിലും പടപ്പാണോ അത് ഇറക്കി തന്നത്, അതല്ല ഞാനാണോ? അള്ളാന്റെ ചോദ്യത്തിന് നമ്മുടെ മറുപടി എന്താ? പടച്ചോനെ, നീയാണ് ഇറക്കി തന്നവൻ. മക്കത്തെ മുശ്രിക്ക് പറഞ്ഞ എന്താ അറിയോ? പടച്ചോനെ, നീ ഇറക്കി തരാ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സഖാഫിയുടെ പുസ്തകത്തിൽ ഇതാ എല്ലാ വീട്ടിലും പാരായണം ചെയ്യണമെന്ന് പറയുന്ന പുസ്തകത്തിന്റെ 39ാമത്തെ പേജിൽ പറയുന്നു, CM മടവൂരാണ് ആകാശലോകത്തിൽ നിന്ന് മഴ വർഷിപ്പിച്ചു. ആ മഴ അങ്ങോട്ട് പെയ്യുമ്പം മഴയില്ലാത്ത സമയത്തേക്ക് മഴയില്ലാത്ത സമയത്ത് CM മടവൂർ ചെന്ന് അങ്ങോട്ട് പെയ്തു മഴ. പെയ്യട്ടെ എന്ന് പറഞ്ഞു, പെയ്തു മഴ. ഈ പുസ്തകത്തിലുള്ളതാ, നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല സംബന്ധിച്ച് പറഞ്ഞ അതേ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ പടപ്പുകളെ കുറിച്ച് പറയുന്നത് കേട്ടോളൂ. വല്ലൈലത്തു സാഫിയത്തുൻ ഇൽഹാ, അതുപോലെ ഇൽഹാൻ ഫസ്അലൽ ഗൗസ്. ഗൗസ് ചോദിച്ചു, അഥവാ CM മടവൂർ ചോദിച്ചു, കൈഫ ലൗ നാലക്കുമുൽ വാബിൽ ആൻ. ഇപ്പൊ തീരെ മഴയില്ലല്ലോ, ഇപ്പൊ ഒരു മഴ പെയ്ത് അങ്ങനെ ഉണ്ടാവും? CM മടവൂർ ചോദിച്ചു. അപ്പൊ അതാ അങ്ങനെ പിന്നെ ചോദിച്ചു. അപ്പം എന്തില്ല? കാറ്റില്ല, കോളില്ല, അതുപോലെ തന്നെ മേഘങ്ങളില്ല, ഒന്നുമില്ല. ദാമൽ വബൽ, അതാ മഴ പെയ്യടോട് പെയ്യില്ല. CM മടവൂർ ഇപ്പൊ മഴ വേണോ? അതാ വരുന്നു മഴ. നിങ്ങൾ ആലോചിച്ചോ പൊന്നുഭൂമി, നിങ്ങൾ ചിന്തിച്ചോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അതാ ഒരു മനുഷ്യൻ വരുന്നു. നബിയേ, മഴയില്ലാതെ ബുദ്ധിമുട്ടുന്നു മുഅ്മിനീങ്ങൾ, അവിടെ കൃഷി നശിക്കുന്നു, നാൽക്കാലികൾ മരിച്ചു വീഴുന്നു. റസൂലേ, മഴയില്ല കേട്ടോ. എന്താ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു? വരട്ടെ മഴ. അതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഇരു കരങ്ങളും തൻ്റെ കക്ഷത്തിലെ വെളുപ്പ് കാണുമാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ആകാശത്തേക്ക് കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതാ അപ്പ വരുന്നു മഴ. അള്ളാഹിനോട് പറഞ്ഞപ്പോ അള്ളാഹ് മഴ ഇറക്കി തന്നു. CM മടവൂർ പറഞ്ഞു, മഴ വേണോ? അതാ വരുന്നു മഴ. ഈ പുസ്തകമാണ് എല്ലാ വീട്ടിലും വായിക്കണം എന്ന് പറഞ്ഞ പുസ്തകം. പൊന്നും ഉമ്മീങ്ങൾ ഇതൊക്കെ വായിച്ചാൽ ഈമാൻ പോകും. അള്ളാഹിന്റെ കിതാബിലേക്ക് മടങ്ങിക്കോ, അള്ളാഹുവിന്റെ ഖുർആനിലേക്ക് മടങ്ങിക്കോളൂ. അതുപോലെ തന്നെ നമുക്കറിയാം, ഞാൻ അവസാനിപ്പിക്കാൻ പോവാണ്. നമുക്കറിയാം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏത് പ്രയാസത്തിലും സഹോദരന്മാരെ നമുക്കാരാ അവലംബമുള്ളത്? പടച്ചോനല്ലേ. കാരണം നമ്മുടെ രഹസ്യവും പരസ്യവും നമ്മുടെ ശക്തിയും അശക്തിയും നമ്മുടെ ഉള്ളും പുറവും എല്ലാം അറിയുന്നു പടച്ചോനല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അള്ളാഹു പറയുന്നു, വഅതസിമൂ ബില്ലാഹ്, മുഅ്മിനീങ്ങളെ നിങ്ങൾ അള്ളാഹിനെ മുറുകെ പിടിച്ചോളൂ.
നിങ്ങൾ അള്ളാഹുവിനെ മുറുകെ പിടിച്ചോളൂ. ഹുവ മൗലാക്കും, പടച്ചോനാണ് നിങ്ങളുടെ രക്ഷിതാവ്, പടച്ചോനാണ് നിങ്ങളുടെ രക്ഷകൻ. ഫനിഅമൽ മൗലാ, അള്ളാഹു എത്ര നല്ല രക്ഷകനാണ്. വനിഅമൻ നസീർ, അള്ളാഹു എത്ര നല്ല സഹായിയാണ്. അള്ളാഹു എത്ര നല്ല മൗലയാണ്, അള്ളാഹു എത്ര നല്ല സഹായിയാണ്. എന്ത് പ്രയാസം വന്നാലും നമ്മെ സഹായിക്കാൻ പടച്ച റബ്ബല്ലേ ഉള്ളൂ. വനിഅമൽ മൗലാ, അള്ളാഹ് എത്ര നല്ല മൗലയാണ്, അള്ളാഹ് എത്ര നല്ല സഹായിയാണ്. മാത്രമല്ല അള്ളാഹുവിൻ്റെ ഖുർആനിൽ കാണാലോ, ഫഅമ്മല്ലദീന ആമനൂ ബില്ലാഹി വഅതസമൂ ബിഹി, അതാ മുഅ്മിനീങ്ങൾ പടച്ചോനെയാണ് മുറുകെ പിടിക്കുന്നത്, പടച്ചോന്റെ പടപ്പുകളെയല്ല. വഅതസിമൂ ബില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ മുറുകെ പിടിച്ചോ. ഇതല്ല അള്ളാഹ് പറഞ്ഞത്. എന്ത് പ്രയാസം വന്നാൽ പടച്ചോനെ വിടണ്ട, അള്ളാഹിനെ വിട്ട് കളിക്കണ്ട. ലാ മൽജഅ വലാ മൻജ മിൻക ഇല്ലാ ഇലൈക, പടച്ചോനെ നിന്നിലേക്ക് യാതൊരു അഭയം പടച്ചോനല്ലാതെ ഇല്ലല്ലോ. ഞങ്ങൾക്കൊരു വിഷയത്തിൽ അഭയം അള്ളാഹു അല്ലാതെ ഇല്ലല്ലോ. പടച്ചോനാണ് അഭയം എന്ന് അള്ളാഹ് പറയാൻ. അള്ളാഹ് പറയാണ് നിങ്ങൾക്കെല്ലാ കാര്യത്തിലും അഭയം പടച്ചോനാണ്. എന്നാൽ അള്ളാഹിനെ പറ്റി പറഞ്ഞ ആ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു മുസ്ലിം പ്രസംഗിക്കണം കേട്ടോളികൾ. മരണമെന്നൊരു വലിയ സംഭവം ഇവിടെ വരാനില്ലേ കൂട്ടുകാരെ? ആ മരണത്തിന്റെ നേരത്ത് സംരക്ഷകരായി ആരെ ഉണ്ടാവുള്ളൂ? ശൈഖ് മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. എന്നെ പീഡിച്ചവർ ഏതും പേടിക്കേണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. നിങ്ങൾ ആലോചിച്ച് നോക്കും മുഅ്മിനീങ്ങളെ, ഇത് മുസ്ലിയാക്കന്മാരത്. മരിക്കുന്ന സമയത്ത് നമുക്ക് തണലേകുന്നത് പടച്ച റബ്ബല്ലേ. ഇത് മുഅ്മിനീങ്ങൾ തർക്കണ്ടോ? എന്താ മരിക്കുന്ന സമയത്ത് ലഖിനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ അടുക്കൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്തോ. പടച്ചോനല്ലാതെ ഇലാഹ ഇല്ലാന്ന് പടച്ചോനെ ഓർമ്മിപ്പിച്ചു കൊടുത്തോ. ഇയാളെന്താ പറഞ്ഞത് അറിയോ? ഇയാൾ പറയാണ് മരിക്കുന്ന സമയത്ത് നമുക്ക് അഭയം CM മടവൂരല്ലേ. എന്താ തെളിവ്? വല്ലാ നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാതെ ഉത്തീരം ചെയ്യും ഞാൻ എന്നോവർ. അള്ളാന്റെ ഖുർആനൊന്നല്ല തെളിവ്. അള്ളാന്റെ ഖുർആൻ പറഞ്ഞ എന്താ? ലാ മൽജഅ വലാ മൻജ മിൻക ഇല്ലാ ഇലൈക വഅതസിമൂ ബില്ലാഹ്, നിങ്ങൾ പടച്ചോനെ മുറുകെ പിടിച്ചോളൂ. നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഇത് അള്ളാന്റെ ഖുർആനാണ്. ആ അള്ളാഹുവിനെ പറ്റി പറഞ്ഞ അതേ കാര്യം CM മടവൂരിനെ. ഇതൊക്കെ മുജാഹിദീങ്ങൾ ആരോടും ദേഷ്യമുള്ളതുകൊണ്ട് പറയുന്നില്ല. മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ ഈമാൻ മരിക്കുന്ന സമയത്ത് പോലും പടച്ച റബ്ബിനെ വിളിക്കാൻ ഈ മുസ്ലിയാക്കന്മാരെ നിങ്ങൾ സമ്മതിക്കൂല. ശരിക്കും ശ്രദ്ധിച്ചോളി, ശരിക്കും ശ്രദ്ധിച്ചോ. മരിക്കുന്ന സമയത്ത് പോലും നിങ്ങളുടെ ഈമാൻ തെറ്റിക്കാനാണ് ഈ മുസ്ലിയാക്കന്മാർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പച്ചയായിക്കൊണ്ട് പറയേണ്ടി വരുന്നതിൽ ഈ മുജാഹിദുകൾക്ക് ഖേദമുണ്ട്. ഇനിയോ 9 കാര്യം, 10ാമത്തെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മളെന്താണ് എല്ലാ ദിവസവും ഫാത്തിഹ സൂറത്തിൽ ഓതിക്കൊണ്ടിരിക്കുന്നത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവേ നിനക്കല്ലേ സർവസ്തുതികളും. എന്താ റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ? എന്താ റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ? റബ്ബ് എന്ന് പറഞ്ഞാൽ ഹുവൽ ഖാലിഖുൽ മാലിക്കുൽ മുദബ്ബിർ. ഈ ആലമിന്റെ അഥവാ മാസിവല്ല, അള്ളാഹു അല്ലാത്ത എല്ലാ കാര്യങ്ങളുടെയും നിയന്താവ്, മുദബ്ബിർ അള്ളയാണ്. ലോകത്തെ നിയന്ത്രിക്കുന്നവൻ അള്ളയാണ്. മുദബ്ബിറുൽ ആലം പടച്ചോനാണ്. അതാണ് നമ്മുടെ പരിപാടിയുടെ പോസ്റ്ററിന്റെ അഡിങ് തന്നെ. മുദബ്ബിറുൽ ആലം അള്ളാഹു മാത്രം. ഇത് അള്ളാഹുവിന്റെ ഖുർആനിന്റെ ആശയമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു യുദബ്ബിറുൽ അംറ മിനസ് സമാഇ, വാനലോകത്തിൽ നിന്ന് അള്ളയാണ് കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളയാണ് മുദബ്ബിറുൽ ആലം. അല്ലാഹുല്ലദീ റഫഅ അസ്സമാവാതി എന്ന് പറഞ്ഞിട്ട് വീണ്ടും പറയുന്നു വസഖറ അശ്ശംസ വൽ ഖമറ കുല്ലുൻ യജ്രി ലി അജലിൻ മുസമ്മ യുദബ്ബിറുൽ അംറ. അള്ളയാണ് കാര്യം നിയന്ത്രിക്കുന്നവൻ. ലോകത്തെ എല്ലാം നിയന്ത്രിക്കുന്നവൻ പടച്ചോനല്ല സഹോദരൻ. നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും അവയവത്തെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയോ? നമ്മുടെ തലച്ചോറിൻ്റെ ഉള്ളിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന രക്തക്കൊയിലുകളിൽ എവിടെയെങ്കിലും രക്തം കട്ട പിടിച്ചു കഴിഞ്ഞാൽ എന്താ നമുക്ക് ചെയ്യാൻ കഴിയുക? ഒന്നും ചെയ്യാൻ. വേഗം കൊണ്ട് ആംബുലൻസ് എടുത്ത് കൊണ്ടുപോകല്ലേ. നമ്മുടെ കണ്ണിൻ്റെ നിയന്ത്രണം എല്ലാം പടച്ചോൻ്റെ കയ്യിലല്ലേ. യുദബ്ബിറുൽ അംർ, അള്ളാഹുവാണ് കാര്യം നിയന്ത്രിക്കുന്നവൻ. അഥവാ മുദബ്ബിറുൽ ആലം, അത് പടച്ചോനാണ്.
അള്ള പറയാണ് യുദബ്ബിറുൽ അംറ, അവൻ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവനാണ്. എന്നാൽ 10ാമത്തെ കാര്യമായി ഇവിടെ പറഞ്ഞെന്താ അറിയോ? അല്ല CM മടവൂരാ നിയന്ത്രിക്കുന്നത്. അന മുദബ്ബിറുൽ ആലം, ലോകത്തെ നിയന്ത്രിക്കുന്നവൻ ഞാനാണെന്ന് CM മടവൂര് പറഞ്ഞിട്ടുണ്ട് എന്നാ പറഞ്ഞു. അള്ള പറയുന്നു ഞാനാണ് ലോകം നിയന്ത്രിക്കുന്നവൻ. CM മടവൂർ പറയുന്നു അല്ല, ഞാനാണ് ലോകം നിയന്ത്രിക്കുന്നവൻ. പൊന്നു മുഅ്മിനീങ്ങളെ, വളാഞ്ചേരിയിലെ മുഅ്മിനീങ്ങൾ ചിന്തിച്ചോ, അള്ള പറയുന്നത് കേൾക്കണോ അതല്ല മുസ്ലിയാക്കന്മാർ പറഞ്ഞേ കേൾക്കണോ? കേട്ടോളി. എന്റെ അഹലുകാർ കുറച്ചാളുകളാണ്, അവരെ ആഖിറത്തിൽ വെച്ച് ഞാൻ തെരഞ്ഞു പിടിക്കും. ശൈഖുന പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, പലരോടും പറഞ്ഞിട്ടുണ്ട്. അന ഖുതുബുൽ ആലം, അന മുനബ്ബിറുൽ ആലം എന്ന് ശൈഖുനയുടെ നാവിൽ നിന്നും ഉരുവിട്ടത് ഇതാ ഈ സദസ്സിലുള്ള എത്ര ആളുകളാ കേട്ടിട്ടുണ്ടാവുക? സ്റ്റേജ് മേലുള്ളവരുണ്ട്, സദസ്സിലുള്ളവരുണ്ട്, പലരുമുണ്ട്. ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടായി പറയുന്നത്, ഊഹം വെച്ച് പറയുകയല്ല. എന്നാൽ ശൈഖുനെ പറ്റിയിട്ട് പലത്തുനിന്ന് കേട്ടിട്ട് വന്ന് ശൈഖുനയോട് ചോദിച്ചു, നിങ്ങളെ പറ്റി മുദബ്ബിർ ആലമെന്നും ഖുതുബുൽ ആലം എന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, ഞാൻ എന്താണ് പറയേണ്ടത്? ഒരു സഖാഫിയാ ചോദിച്ചത്. ഉടനെ വന്ന് മറുപടി, അതൊക്കെ ചെറിയ മദ്ഹമോനെ, ഇപ്പോൾ അതിനും മുകളിലാ. വലുതൊരു തങ്ങൾ ഇപ്പോൾ പറഞ്ഞില്ലേ, അന ഖുതുബുൽ, നിങ്ങൾ ഖുതുബുൽ ആലം ചോദിച്ചപ്പോൾ ഇപ്പോൾ ഞാൻ അതിനും മുകളിലാ. വലുതൊരു തങ്ങൾ പാപ്പ ചോദിച്ചു, എവിടെയാ? അതെവിടെയാ? മിണ്ടിയില്ല. കാരണം ലോകത്ത് പബ്ലിസിറ്റി ആയേണ്ട ഒരു പേരുണ്ട്, നാമമുണ്ട്, അതവിടുന്ന് നമുക്ക് പറഞ്ഞു തന്നു. ഇനി ഇതൊക്കെ ജദിബില എന്ന് പറഞ്ഞാൽ കാണുന്ന ആയിരക്കണക്കിന് ആളുകൾ, 10,000കണക്കിന് ആളുകൾ വന്നിട്ട് പ്രയാസങ്ങൾ പറഞ്ഞ് അവരുടെ പ്രയാസങ്ങൾക്ക് മുന്നിൽ മറുപടി പറയുന്നത് മുഴുവനും 100% ശരിയായി. അതൊന്നും ജദിബിലല്ല. അതിൻ്റെ ഇടയിൽ ബഹുമാനപ്പെട്ടവർ പറയും, ഇങ്ങനത്തെ കാര്യം മാത്രം ജദിബില എന്ന് വിശ്വസിക്കാൻ മാത്രം നമ്മുടെ തലച്ചോറ് ഒരാളുടെയും ഇടയിൽ പണയത്തിന് വെച്ചിട്ടില്ല. അപ്പൊ എന്താ പറഞ്ഞ CM മടവൂർ? അന മുദബ്ബിറുൽ ആലം. മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞാൽ അന റബ്ബുൽ ആലം, അന ഖാലിഖുൽ ആലം, അന മുദബ്ബിറുൽ ആലം എന്ന് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞത് ഇതാ CM മടവൂരിനെ പറ്റി പറഞ്ഞു. 10 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചു. അള്ളാഹിനെ പറ്റി പറഞ്ഞ അതേ കാര്യം ഇവിടെ ചില ആളുകൾ അള്ളാഹിനെ പറ്റി പറഞ്ഞ അതേ കാര്യം CM മടവൂരിനെ പറ്റി പറയുന്നു. ഇത് ശിർക്കാണ് മുഅ്മിനീങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഇത് ശിർക്കാണെങ്കിൽ ഞാൻ അവസാനിപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ ഖുർആനിൽ സൂറത്തുൽ മാഇദയിൽ 72ാമത്തെ ആയത്ത് പറയുകയാണ്. എന്താ അള്ളാഹ് പറഞ്ഞറിയോ? ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹ ഹുവൽ മസീഹു ഇബ്നു മറിയം. ഇതാ ക്രിസ്ത്യാനികൾ അവർ കാഫറായി പോയിരിക്കുന്നു. എന്താ പറയുന്നത്? ഈസാ നബി അള്ളാഹുവാണെന്ന്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവാണെന്നല്ല, അള്ളാഹുവിൻ്റെ മകനാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഈസാ നബിയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്രിസ്ത്യാനികൾ കാഫറായി. ഈസാ നബി അള്ളാഹിൻ്റെ മകനാന്ന് പറഞ്ഞിട്ട് ക്രിസ്ത്യാനികൾ കാഫറായി. ഇവിടെ അള്ളാഹിൻ്റെ മകനാന്നല്ല, അള്ളാണെന്ന് പറഞ്ഞു. ഈസാ നബിയുടെ അള്ളാഹിനെ പറ്റി പുത്രൻ എന്ന് പറഞ്ഞു. അള്ളാന്നല്ല, അള്ളാഹിൻ്റെ പുത്രൻ. അള്ളാഹിൻ്റെ പുത്രനാണെന്ന് പറഞ്ഞപ്പോൾ അവരെ പറ്റി അള്ളാഹ് എന്താ പറഞ്ഞത്? ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹ ഹുവൽ മസീഹു ഇബ്നു മറിയം വഖാലൽ മസീഹു യാ ബനി ഇസ്രായീൽ അബ്ദുല്ലാഹ റബ്ബി വറബ്ബക്കും. ഞാൻ റബ്ബല്ല കേട്ടോ, ഞാൻ അള്ളാഹിൻ്റെ പുത്രനുമല്ല. ഇനി കേട്ടോ, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യം അത് മറ്റാർക്കെങ്കിലും വകവെച്ച് കൊടുത്തുകൊണ്ട് ശിർക്ക് ചെയ്താൽ പൊന്നു മുഅ്മിനീങ്ങളെ, ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് കാലാകാലം സ്വർഗം അള്ളാഹു ഹറാമാക്കുന്നതാണ്. വമഅവാഹുന്നാർ, സ്വർഗമില്ലെങ്കിൽ പിന്നെ എവിടെയാണ് അവൻ്റെ സങ്കേതം? വമഅവാഹുന്നാർ, അവൻ നരകത്തിലേക്ക് പോകേണ്ടവനാണ്. ഇത് മുജാഹിദിൻ്റെ കിതാബല്ല, അള്ളാഹിൻ്റെ കിതാബാണ്. നല്ലോണം ചിന്തിച്ചോളി. വമാ ലിദ്ദാലിമീന മിൻ അൻസാർ, അന്ന് ആ നരകത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ ഒരാളും തന്നെ ഉണ്ടാവുകയില്ല. ഈ വയലു തെറിഞ്ഞിരുന്ന മുസ്ലിയാക്കന്മാരൊന്നും നിങ്ങളെ രക്ഷിക്കൂലാൻ അള്ളാഹ് പറയാം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അള്ളാഹിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ അള്ളാഹുൽ മാത്രം വിശ്വസിക്കാം. അതാണ് തൗഹീദ്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ ബഹുമാനീയ ഫൈസൽ മൗലവി നിങ്ങൾക്ക് വിശദീകരിച്ചു തരും. നിങ്ങളെല്ലാവരും സാഗോദം ശ്രദ്ധിക്കുക. അള്ളാഹുവിൻ്റെ ദീന് പച്ചയായി അള്ളാഹിൻ്റെ ഖുർആനും സുന്നത്തും പഠിക്കുക. വേറെ ഒരു പ്രസിദ്ധിക്ക് നിങ്ങൾ വായിക്കേണ്ട, അള്ളാഹിൻ്റെ ഖുർആനും സുന്നത്തും വായിച്ചോളി. എന്നാൽ നിങ്ങൾക്ക് ശുദ്ധമായ തൗഹീദിലേക്ക് എത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇൽ മുസ്ലിമീൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ